എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 2021 മുതൽ 25 വരെ നടക്കുന്ന ഇംഗ്ലീഷ് PYQ സീരീസ് ടോപ്പിക് വൈസ് ആയിട്ടുള്ളതിൽ ഇന്നത്തെ ടോപ്പിക് എടുത്തിരിക്കുന്നത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്കറിയാം, നമുക്ക് 10 മാർക്ക് ആണെങ്കിലും പ്രിലിംസിൽ ഡിഗ്രി ലെവലിൽ 20 മാർക്ക് ആണെങ്കിലും ഇതിൽ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, നിർബന്ധമാണ്. PSCക്ക് എന്താണ്, അതൊരു നിർബന്ധമാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് PYQ സെറ്റ് ആക്കിയിട്ട് നമുക്ക് പിന്നെ അത് എന്ത് ചെയ്യാം, പിന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കുകയാണെങ്കിൽ നമുക്കും ഒരു കോൺഫിഡൻസ് ആണ്. കാരണം PYQ നമ്മൾ അവിടെ സെറ്റ് ആയി എന്ന് നമുക്ക് 100% ഉറപ്പിച്ച് അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളതൊക്കെ പഠിക്കുമ്പോൾ എന്തും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ അതിന്റെ ബാലൻസുകൾ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അത് എല്ലാ ടോപ്പിക്കും അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പൊ നമുക്കിപ്പോ നമ്മളിപ്പോ ഇംഗ്ലീഷ്, മലയാളം, പിന്നെ നമ്മൾ സുപ്രധാന നിയമങ്ങൾ ഏത് ചെയ്തു, പോക്സോ ആക്ട് പോലും ചെയ്തു അല്ലേ. പോക്സോ ആക്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 2021 മുതൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ക്ലാസ്സുകളായിട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങളുടെ എന്ത് ചെയ്യണം, നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതിന് തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ കൂടി താഴെ അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നല്ല രീതിയിൽ ശ്രദ്ധിച്ചു ഇരിക്കുക കേട്ടോ, കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് എന്ത് ചെയ്യുക, റിവിഷനും കൂടിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാലാണ് നമുക്ക് ഓർമ്മ കിട്ടുള്ളൂ. നമ്മൾ സിനോണിംസ് കഴിഞ്ഞിട്ടുണ്ട്, ആർട്ടിക്കിൾ കഴിഞ്ഞിട്ടുണ്ട്, എൻറ്റോണിയംസ് കഴിഞ്ഞു ഇല്ലേ. നമ്മൾ ഇത്രയും ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഫുൾ 21 മുതൽ ചോദിച്ച മുഴുവൻ ക്വസ്റ്റ്യൻസ് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കിടക്കുകയാണ്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ ബാക്കിൽ ചെയ്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്തിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടു നോക്കാം. എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ദാറ്റ് ബ്രിങ്സ് റെയിൻ ഓർ സ്നോ ഈസ് കോൾഡ്. എന്താണ്, അതായത് നമ്മുടെ മഴ അല്ലെങ്കിൽ മഞ്ഞ് അത് കൊണ്ടുവരുന്ന, റെയിൻ അല്ലെങ്കിൽ സ്നോ അല്ലെ, മഴ അല്ലെങ്കിൽ മഞ്ഞ് കൊണ്ടുവരുന്ന ചാരനിറമുള്ള, ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ്, ചാരനിറമുള്ള മേഘങ്ങളെ വിളിക്കുന്ന പേര് എന്താണ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. എന്താണ് നമ്മൾ ജോഗ്രഫിയിലും ഈ ഒരു ടോപ്പിക് വരുന്നതാണ് അല്ലെ. എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ദാറ്റ് ബ്രിങ്സ് റെയിൻ ഓർ സ്നോ ഈസ് കോൾഡ്. മഴയും മഞ്ഞും കൊണ്ടുവരുന്ന ചാരനിറമുള്ള മേഘങ്ങളെ വിളിക്കുന്ന പേര് എന്താണ്? നിംബസ് ആണ് അല്ലെ. എന്താണ്? നിംബസ് ആണ്. നിംബസ് മേഘങ്ങളാണ് അല്ലെ, നിംബസ്. 47/24 ചോദ്യമാണ്. നെക്സ്റ്റ്, ഓർണിത്തോളജി മീൻസ് എന്താണ്? പക്ഷികളുടെ അല്ലെ, പക്ഷികളെ കുറിച്ചിട്ടുള്ള പഠനം അല്ലെ, പക്ഷികളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഓർണിത്തോളജി. സ്റ്റഡി ഓഫ് ബേർഡ്സ്, സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണ് എന്ത് പറയുന്നത്, ഓർണിത്തോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ബേർഡ്സ്, ഓർണിത്തോളജി, സ്റ്റഡി ഓഫ് ബേർഡ്സ് ഓർണിത്തോളജി ആണ്. നെക്സ്റ്റ്, someone who hates marriage അല്ലെ, ചിലവര് മാരേജിനെ വെറുക്കുന്നു അല്ലെ, വിവാഹത്തെ വെറുക്കുന്നവരെ വിളിക്കുന്ന പേര് എന്താണ്? വിവാഹത്തെ അല്ലെ എന്താണ്, എഗെയിൻസ്റ്റ് ആണ് അല്ലെ, വിവാഹത്തിനെതിരാണ്, അതിന് പറയുന്ന പേരെന്താ? മിസോഗാമിസ്റ്റ് അല്ലെ. എന്താണ്? മിസോഗാമിസ്റ്റ് കേട്ടോ. someone who hates marriage, പഠിച്ചവർക്ക് റിവിഷൻ ആകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ആൻസർ കൊടുക്കാതിരുന്നത് കേട്ടോ. someone who hates marriage എന്താണ്? മിസോഗാമിസ്റ്റ് കേട്ടോ. തുടക്കക്കാർക്കും പഠിച്ച് പൂർണ്ണമായിട്ട് നിൽക്കുന്നവർക്കും എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കും കേട്ടോ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അടുത്തത് ഇത് വന്നിട്ട് 102/24 ചോദ്യമാണ്. നെക്സ്റ്റ്, ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്, അതായത് അധികമായ വാക്കുകളുടെ ഉപയോഗം, വാക്കുകൾ അധികമായിട്ട് ഉപയോഗിക്കുന്നതിനെ പറയുന്ന, അതിനെ എന്താണ് പറയുക, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ എന്ത് പറയും? ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്, 38/24 ചോദ്യമാണ്. എന്ത് വരും ആൻസർ? എന്ത് വരും? എന്താണ്? വെർബോസിറ്റി ആണ്. എന്താണ്? വെർബോസിറ്റി പഠിക്കണേ, വെർബോസിറ്റി. അടുത്തത്, ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റർമിനേഷൻ ഓഫ് എ നാഷണൽ, റേഷ്യൽ, പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പ്. എന്താണ് അതിന്റെ മീനിങ് വരുന്നത്? അതായത് ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു ജാതി അല്ലെങ്കിൽ ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു ദേശീയമായിട്ടുള്ള ഒരു സമുദായം, ഇതിനെയൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമത്തെ പറയുന്നതാണ്. എന്തായിരിക്കും ആൻസർ
വരിക ഒരു രാഷ്ട്രീയ, ഒരു ജാതി, ഒരു സംസ്കാരം അല്ലെങ്കിൽ ദേശീയ സമുദായത്തെ ഉദ്ദേശപൂർവം ഇല്ലാതാക്കാനുള്ള ശ്രമത്തെ പറയുന്ന പേര് എന്താണ്? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ എന്തു പറയും? ജിനോസൈഡ് എന്ന് പറയും. എന്താണ്? ജിനോസൈഡ്. GNOCIDE ജിനോസൈഡ് എന്ന് പറയുന്നു. 38/24. ഒന്നും കൂടി നമുക്ക് റിവിഷൻ ചെയ്താലോ? എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ദാറ്റ് ബ്രിങ്സ് റെയിൻ ഓർ സ്നോ ഈസ് കോൾഡ്. മഴയും മഞ്ഞും കൊണ്ടുവരുന്ന ഇരുണ്ട മേഘങ്ങളെ എന്താണ് പറയുന്നത്? നിംബസ് മേഘങ്ങൾ എന്ന് പറയുന്നു. ഓർണിത്തോളജി മീൻസ് ഓർണിത്തോളജി സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണ്. പക്ഷികളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഓർണിത്തോളജി. സംവൺ ഹു ഹേറ്റ്സ് മാരേജ്. ചിലവര് മാരേജിനെ എതിർക്കുന്നു. മാരേജിനെ എതിർക്കുന്ന വ്യക്തികളെ പറയുന്നതാണ് മിസോഗാമിസ്റ്റ്. എന്താണ്? മിസോഗാമിസ്റ്റ്. ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്. വാക്കുകളുടെ അധിക ഉപയോഗം അതിനെ പറയുന്നത് വെർബോസിറ്റി. എന്താണ്? വെർബോസിറ്റി. വെർബോസിറ്റി. ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റർമിനേഷൻ ഓഫ് എ നാഷണൽ, റേഷ്യൽ, പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പ്. എന്താണത്? ഒരു രാഷ്ട്രീയ, ജാതി, സംസ്കാര അല്ലെങ്കിൽ ഒരു ദേശീയ സമുദായത്തെ ഉദ്ദേശപൂർവം അല്ലെങ്കിൽ മനഃപൂർവ്വം അതിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമത്തെയാണ് ജിനോസൈഡ് എന്ന് പറയുന്നത്. ജിനോസൈഡ്. അപ്പൊ ഇവിടെ പഠിച്ചു, നിംബസ് മേഘങ്ങൾ പഠിച്ചു, സ്റ്റഡി ഓഫ് ബേർഡ്സ് ഓർണിത്തോളജി ആണ് പഠിച്ചു. ഒപ്പം പഠിച്ചു വന്നു. നിങ്ങൾക്ക് നന്നായിട്ട് ഈ ക്ലാസ്സിൽ തന്നെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് പറയുന്നത്. ഒപ്പം വരണം. ഓർണിത്തോളജി എന്താണ്? ഓർണിത്തോളജി സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണ്. സംവൺ ഹു ഹേറ്റ്സ് മാരേജ്. മാരേജിനെ വെറുക്കുന്ന വ്യക്തികളെ മിസോഗാമിസ്റ്റ് എന്ന് പറയുന്നു. മിസോഗാമിസ്റ്റ്. മിസോഗാമിസ്റ്റ്. എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്. വാക്കുകളുടെ അധിക ഉപയോഗത്തെ പറയുന്നത് വെർബോസിറ്റി എന്ന് പറയുന്നു. വെർബോസിറ്റി. വെർബോസിറ്റി. നമ്മൾ അതിനെ കണക്ട് ചെയ്താൽ മതി. വെർബ് നമ്മളൊരു ഒരു സെന്റൻസിലാണല്ലോ വെർബും സബ്ജക്റ്റും നൗണും അഡ്ജക്റ്റീവും അഡ്വർബും ഒക്കെ ഉള്ളത്. വെർബ് കണ്ടോ? അപ്പൊ ഒരു സെന്റൻസിലാണ് അല്ലെ വെർബുകളൊക്കെ വരുന്നത്. അപ്പൊ യൂസ് ഓഫ് വേർഡ്സ് അങ്ങനെ ചിന്തിച്ചാൽ മതി. ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റർമിനേഷൻ ഓഫ് എ നാഷണൽ, റേഷ്യൽ, പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പ് ജിനോസൈഡ് ആണ്. ജിനോസൈഡ്. ഈ 5 മറക്കാൻ പാടില്ല. ഓർണിത്തോളജി മറക്കരുത്, നിംബസ് മറക്കരുത്. മിസോഗാമിസ്റ്റ് ആരെ പറയും? എന്താണ് വെർബോസിറ്റി? എന്താണ് ജിനോസൈഡ്? ഓക്കെ, അവിടെ 5 സെറ്റ് ആയല്ലോ അല്ലെ? ഇനി നമ്മള് എന്ത് ചെയ്യണം? നന്നായിട്ട് റിവിഷൻ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവിഷൻ ചെയ്യണേ. നെക്സ്റ്റ് നോക്കൂ. എ പേഴ്സൺ ഹു ഹാസ് നോ മണി. പണമില്ലാത്ത വ്യക്തിയെ എന്താ പറയാ? ദരിദ്രൻ എന്ന് പറയും അല്ലേ? പണമില്ലാത്ത വ്യക്തിയെ പാവപ്പെട്ടവൻ അല്ലെങ്കിൽ ദരിദ്രൻ എന്നൊക്കെ പറയും. എന്തു പറയും? അപ്പൊ അതിനെ എന്തു പറയും? അതിനെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ എന്തു പറയും? A person who has no money. A person who has no money. എന്താണ്? പാപ്പർ അല്ലേ? നമ്മൾ പറയും നമ്മൾ പാപ്പരാണ് എന്ന് പറയും അല്ലേ? നമ്മൾ എന്ത് പറയാറുണ്ട്? പൈസയൊന്നും ഇല്ലാതിരിക്കുമ്പോ ഞാൻ വളരെയധികം പാപ്പരാണ് പറയില്ലേ? അപ്പൊ അതിൽ തന്നെ ഇത് കണക്ട് ചെയ്തോ കേട്ടോ. PAUPER ആണ് കേട്ടോ. 71/24 പാപ്പർ. അടുത്തത് to swear falsely. അടുത്തത് to swear falsely. എന്താ to swear falsely എന്ന് പറഞ്ഞാൽ? അന്യായമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുക. എന്താണ്? ഫാൾസ്ലി. ഇവിടെ തെറ്റാണ് അല്ലെ? അന്യായമായിട്ട് എന്ത് ചെയ്യുന്നതിനെയാണ്? സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനെയാണ് എന്തു പറയുന്നത്? എന്തു പറയും? അന്യായമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന അർത്ഥത്തില് ടു സ്വിയർ ഫാൾസ്ലി എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തു വരും? പെർജ്യൂർ എന്ന് വരും. എന്താണ്? പെർജ്യൂർ. എന്താണ്? പെർജ്യൂർ അല്ലെ? ജു എന്നുണ്ട് അല്ലെ? കണക്ട് ചെയ്യാം അല്ലെ? നമുക്കതൊരു ജുഡീഷ്യലി ആയിട്ട് അല്ലെ? പെർജ്യൂർ. എന്താണ്? പെർജ്യൂർ. ടു സ്വിയർ ഫാൾസ്ലി. ടു സ്വിയർ ഫാൾസ്ലി എന്താണ്? അന്യായമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനെ ആണ് ടു സ്വിയർ ഫാൾസ്ലി എന്ന് പറയുന്നത്. Next, a student with the highest rank in a class. A student with the highest rank in a class. എന്താണ്? ക്ലാസ്സിലെ ഏറ്റവും ഉയർന്ന റാങ്ക് ഉള്ള വ്യക്തിയെ അല്ലെങ്കിൽ ഒരു മികച്ച വിദ്യാർത്ഥിയെ എന്തു പറയാം? വാലിഡിക്ടോറിയൻ എന്ന് പറയാം. എന്താണ്? വാലിഡിക്ടോറിയൻ. ഓക്കെ. ക്ലാസ്സിലെ എ സ്റ്റുഡന്റ് വിത്ത് ഹയസ്റ്റ് റാങ്ക്, ഒരു ക്ലാസ്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി അല്ലെങ്കിൽ റാങ്ക് ഉള്ള വിദ്യാർത്ഥി, ആ വ്യക്തിനെയൊക്കെ ആ സ്റ്റുഡന്റിനെയൊക്കെ എന്ത് പറയാം? വാലിഡിക്ടോറിയൻ. കണക്ട് ചെയ്താൽ മതി. ആ സ്റ്റുഡന്റിന് നല്ല വാല്യൂ ഉണ്ടാവും അല്ലേ? നല്ല മൂല്യം ഉണ്ടാവും. ആ സ്കൂളിൽ നല്ല വാല്യൂ ഉണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യൂ. വാലിഡിക്ടോറിയൻ എന്ന് തന്നെ കണക്ട് ചെയ്യൂ കേട്ടോ. എ സ്റ്റുഡന്റ്
എന്താണ്? എ സ്റ്റുഡന്റ് വിത്ത് ഹയസ്റ്റ് റാങ്ക് ഇൻ എ ക്ലാസ് എന്താണ്? വാലിഡിക്ടോറിയൻ. 92/24 ചോദ്യമാണ്. ഓക്കെ, അടുത്തത് എ പേഴ്സൺ ഹൂ പ്രിപ്പയർസ് ആൻഡ് സെൽസ് കോഫി, അല്ലെ? കാപ്പി തയ്യാറാക്കിയിട്ട് വിൽക്കുന്ന വ്യക്തിയെ, കാപ്പി തയ്യാറാക്കി വിൽക്കുന്ന വ്യക്തിയെ എന്തു പറയും? എന്തു പറയും? ബാരിസ്റ്റ എന്ന് പറയും. എന്താണ്? ബാരിസ്റ്റ, ബാരിസ്റ്റ എന്ന് പറയും. എ പേഴ്സൺ ഹൂ പ്രിപ്പയർസ് ആൻഡ് സെൽസ് കോഫി എന്താണ്? ബാരിസ്റ്റ, ബാരിസ്റ്റ, ബാരിസ്റ്റ. നെക്സ്റ്റ് ഇൻ ഹൈ സ്പിരിറ്റ്, ഇൻ ഹൈ സ്പിരിറ്റ് ആണ്. എന്താണ്? ഉല്ലാസഭരിതനായ, അല്ലെ? അല്ലെങ്കിൽ ഉത്സാഹത്തോടെ, അല്ലെങ്കിൽ ആഹ്ലാദത്തോടെ എന്നൊക്കെ അർത്ഥത്തില് എ ഹൈ സ്പിരിറ്റ് എന്ന് പറയും. 80/24 ചോദ്യമാണ്. എന്ത് വരും ഹൈ സ്പിരിറ്റ് ആകുമ്പോ? ഹൈ സ്പിരിറ്റ് ആകുമ്പോ എന്താ? ജോയ്ഫുൾ, അല്ലെ? എന്താണ്? ജോയ്ഫുൾ, ജോയ്ഫുൾ. ഒന്നും കൂടി നമുക്ക് നോക്കിയാലോ? എ പേഴ്സൺ, അവിടെ 5 കറക്റ്റ് ആണല്ലോ. 5 നിങ്ങളോട് ഉറപ്പിക്കണം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ വീണ്ടും ഈ 5 ഉറപ്പിക്കാൻ പോവാണ്. എ പേഴ്സൺ ഹു ഹാസ് നോ മണി, പൈസ ഇല്ലാത്ത വ്യക്തി. നമ്മൾ പൈസ ഇല്ലാതിരുന്നാൽ പാപ്പരാണ് എന്ന് പറയില്ലേ? അതിൽ തന്നെ കണക്ട് ചെയ്തോ കേട്ടോ. അടുത്തത് ടു സ്വിയർ ഫാൾസ്ലി, ടു സ്വിയർ, സ്വിയർ ശ്രദ്ധിക്കണേ. ടു സ്വിയർ എന്താണ്? അന്യായമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന വ്യക്തിയെ പെർജിയർ, സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന അർത്ഥത്തില് പെർജിയർ എന്ന് പറയുന്നു. എ സ്റ്റുഡന്റ് വിത്ത് ഹയസ്റ്റ് റാങ്ക് ഇൻ എ ക്ലാസ്, നിങ്ങളുടെ വീട്ടില് നല്ല പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റാങ്ക് വാങ്ങിച്ച കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ അവരെ കണക്ട് ചെയ്യൂ. അവൻ ഒരു വാലിഡിക്ടോറിയൻ ആണ് എന്ന് കണക്കാക്കൂ, അല്ലെങ്കിൽ അവൾ ഒരു വാലിഡിക്ടോറിയൻ ആണ് എന്ന് കണക്കാക്കൂ. എ പേഴ്സൺ ഹു പ്രിപ്പയർസ് ആൻഡ് സെൽസ് കോഫി, കാപ്പി തയ്യാറാക്കി വിൽക്കുന്ന വ്യക്തിയെ പറയുന്നത് ബാരിസ്റ്റ എന്നാണ്. എന്താണ്? ബാരിസ്റ്റ എന്നാണ്. ഇൻ ഹൈ സ്പിരിറ്റ്, ഉത്സാഹത്തോടെ, അല്ലെങ്കിൽ എന്താണ്? അത്യധികം ഒരു എനർജിയോടെ ഇരിക്കുന്നതാണ്, അല്ലെ? ഒരു ആഹ്ലാദത്തോടെയും ഉത്സാഹത്തോടെയൊക്കെ. ഇൻ ഹൈ സ്പിരിറ്റ് എന്താണ്? ജോയ്ഫുൾ ആണ്. ജോയ്ഫുൾ. ഇവിടെ മറക്കോ? പേപ്പർ മറക്കോ? പെർജിയർ മറക്കോ? വാലിഡിക്ടോറിയൻ എന്താണ്? ബാരിസ്റ്റ എന്താണ്? ജോയ്ഫുൾ എന്താണ്? പോസ് ചെയ്യണം. നിങ്ങൾ ഇവിടെ പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വയം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങൾ പറയണം എന്താണ് പേപ്പർ? പണിയില്ലാത്ത വ്യക്തി, അല്ലെ? പണമില്ലാത്ത വ്യക്തിയാണ്. എന്താണ് പെർജിയർ? എന്താണ് പെർജിയർ? ഒരു സ്വിയർ ഫാൾസ്ലി ആണ്, അല്ലെ? അന്യായമായിട്ട് ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനെയാണ് പെർജിയർ എന്ന് പറയുക. എന്താണ് വാലിഡിക്ടോറിയൻ? എന്റെ അടുത്ത വീട്ടിലെ മോള് നന്നായി പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്റെ വീട്ടിലെ മോള് നന്നായി പഠിച്ച് സ്കൂളിലെ ഹയസ്റ്റ്, അല്ലെ, റാങ്ക് വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ എന്താണ്? അവനെ ഞാൻ, അല്ലെങ്കിൽ അവളെ, അല്ലെങ്കിൽ എന്ത് പറയും? ഞാൻ വാലിഡിക്ടോറിയൻ എന്ന് പറയും. ഓക്കെ, കാപ്പി തയ്യാറാക്കി നമ്മൾ ഒരു കോഫി ഷോപ്പിലേക്ക് പോകുന്നു, കാപ്പി തയ്യാറാക്കി നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നു, അല്ലെ? കാപ്പി തയ്യാറാക്കി ആ വിൽക്കുന്ന വ്യക്തിയെ നമ്മൾ എന്ത് പറയുന്നു? ബാരിസ്റ്റ എന്ന് പറയുന്നു. ഹൈ സ്പിരിറ്റ്, നമ്മൾ ചില ദിവസങ്ങളിൽ നല്ല ഉഷാറായിട്ടായിരിക്കും, അല്ലെ? നല്ല ഉത്സാഹഭരിതരായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്താണ്? നമ്മൾ ഒരു ജോയ്ഫുൾ ആയതുകൊണ്ടല്ലേ അങ്ങനെ ഇരിക്കുന്നത്? ജോയ്ഫുൾ. ഓക്കെ, അവിടെ 10 കറക്റ്റ് ആയല്ലോ, അല്ലെ? 10 മറക്കില്ലല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കണം. നമ്മൾ ക്ലാസ്സിൽ തന്നെ അങ്ങോട്ട് ഇരുന്ന് ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് പോകും. എന്നിട്ട് ഒരു 1 വീക്ക് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ അതിനെ എടുത്തിട്ട് റിവിഷൻ ചെയ്യും. വീണ്ടും ഒരു 1 വീക്ക് എടുത്തിട്ട് റിവിഷൻ ചെയ്യും. അപ്പൊ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തില്ല, മാർക്ക് പോവില്ല. അപ്പൊ അതേപോലെ നിങ്ങൾ തന്നിരിക്കുന്ന ഞാൻ 77 സിനോണിംസ് തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ പ്രീവിയസ് തന്നത്? അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ എന്റോണിംസ് ചെയ്യണം. ആർട്ടിക്കിൾ വിഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നത് ചെയ്യണം. പോക്സോയിൽ നിന്ന് ഞാൻ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചു മാറ്റണം. ASM, ലാബ് അസിസ്റ്റന്റ് ASM ഒക്കെ നന്നായിട്ട് നിങ്ങൾ ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അടുത്ത നോക്കൂ. എ പേഴ്സൺ ഹു സ്റ്റഡീസ് അബൌട്ട് ദി സൺ, ദ മൂൺ, സ്റ്റാർസ് ആൻഡ് ദി യൂണിവേഴ്സ്, അല്ലേ? സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ വിശാലവുമായ ബഹിരാകാശം എന്നിവയെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന വ്യക്തിയെ എന്താണ് പറയുന്നത്? എ പേഴ്സൺ ഹു സ്റ്റഡീസ് അബൌട്ട് ദി സൺ ആൻഡ് മൂൺ, സ്റ്റാർസ് ആൻഡ് ദി യൂണിവേഴ്സ്, അല്ലെ? ബഹിരാകാശത്തെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ഒക്കെ പഠിക്കുന്ന വ്യക്തിയെ എന്താണ് പറയുന്നത്? എന്ത് പറയും? കിട്ടിയിട്ടുണ്ടാവും, അല്ലെ? പഠിച്ചവർക്ക് കിട്ടിയിട്ടുണ്ടാവും, അല്ലെ? ആസ്ട്രോണമർ, അല്ലെ? ആസ്ട്രോണമർ എന്ന് പറയുന്നു. 97/24 ചോദ്യമാണ് കേട്ടോ. ആസ്ട്രോണമർ. അടുത്തത് to choose not to use a word either in favor of or against something. എന്താണ്? ഒരാൾക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രതികൂലമായിട്ടോ എന്താണ് വോട്ട് ചെയ്യാതെ നിൽക്കുന്ന വ്യക്തിയാണ് എന്തു പറയുന്നത്? വോട്ട് ചെയ്യാതെ നിൽക്കുക എന്ന അർത്ഥത്തിലാണ് എന്തു പറയും? abstain എന്ന് പറയും. എന്താണ്? abstain എന്ന് പറയും ട്ടോ.
abstain. abstain. Okay, abstain ട്ടോ മറക്കരുത്. 112/24 ചോദ്യമാണ്. അടുത്തത് a feeling of shyness or embarrassment that stops you from doing or saying what you really want. എന്താണ് പറയാ? എന്തു പറയും? a feeling of shyness or embarrassment that stops you from doing or saying what you really want. അല്ലേ? നമുക്ക് എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാ ചെയ്യാനും പറയാനും ഒക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ? അതിന് തടസ്സം സൃഷ്ടിക്കുക അല്ലേ? അങ്ങനെ ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നതിന് എന്താ പറയുക? നിങ്ങൾക്ക് ചെയ്യാനും പറയാനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോ അതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു എന്താണ് ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നതിനെ എന്തു പറയും? എന്താണ് പറയുക? എന്താണ്? ഇൻഹിബിഷൻ എന്ന് പറയും. എന്താണ്? ഇൻഹിബിഷൻ. എന്താണ്? ഇൻഹിബിഷൻ ട്ടോ. ഇൻഹിബിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ 52/24. നെക്സ്റ്റ് നോക്കൂ. ദ ആർട്ട് റിലേറ്റഡ് ടു ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. ഇല്ലേ? ദ ആർട്ട് റിലേറ്റഡ് ടു ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. ഇല്ലേ? അലങ്കാരപരവും മനോഹരവുമായ കയ്യെഴുത്തു പ്രതി. ഇല്ലേ? കയ്യെഴുത്തു അല്ലെ? നല്ല അലങ്കാരവും മനോഹരവുമായിട്ടുള്ള കയ്യെഴുത്തുമായി ബന്ധപ്പെട്ടതിനെ എന്തു പറയും? കാലിഗ്രഫി എന്ന് പറയും. അല്ലേ? എന്താണ്? കാലിഗ്രഫി എന്ന് പറയും. CALLI ട്ടോ. കാലിഗ്രഫി. കാലിഗ്രഫി. ഓക്കെ, കാലിഗ്രഫി. 122/24 ചോദ്യമാണ്. അടുത്തത് one who treats skin diseases is known as. അല്ലേ? ത്വക്ക് രോഗ വിദഗ്ധൻ. അല്ലേ? ത്വക്ക് രോഗ വിദഗ്ധൻ അല്ലെങ്കിൽ ചർമ്മരോഗ വിദഗ്ധൻ. അല്ലേ? ചികിത്സിക്കുന്ന വ്യക്തിയെ നമ്മൾ സ്കിൻ ഡോക്ടറെ കാണിക്കണം എന്ന് പറയില്ലേ? സ്കിൻ ഡോക്ടറെ, സ്കിന്നിനെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ്? എന്തു പറയും? സ്കിന്നുകളെ നമുക്ക് ബയോളജിയിലും ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ. ബയോളജി വിഭാഗത്തിൽ നിന്നും ഈ ചോദ്യങ്ങൾ വരാറുണ്ട്. അല്ലേ? ത്വക്കിനെ കുറിച്ചിട്ടുള്ള പഠനം എന്തു പറയും? ഡെർമറ്റോളജിസ്റ്റ് ആണ്. അല്ലേ? അപ്പൊ നമ്മള് ഒരു ചർമ്മരോഗ വിദഗ്ധനെ കാണാൻ പോകുമ്പോ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ എവിടേക്കാണ് ഇരിക്കുമ്പോ ചർമ്മരോഗ വിദഗ്ധനെ കാണാൻ പോകുന്നു നമ്മൾ പറയോ? പറയില്ല അല്ലെ? ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോകുകയാണ് എന്ന് പറയും. അല്ലേ? ഡെർമറ്റോളജിസ്റ്റ് ട്ടോ. ഓക്കെ, 59/24 ചോദ്യം ഒന്നുകൂടി നമുക്ക് റിവിഷൻ ചെയ്താലോ. എ പേഴ്സൺ ഹു സ്റ്റഡീസ് അബൌട്ട് ദി സൺ, ദി മൂൺ, സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ബഹിരാകാശത്തെയും ഒക്കെ പഠിക്കുന്ന ഇതിനെ എന്തു പറയാ? ആസ്ട്രോണമർ എന്ന് പറയുന്നു. അല്ലെ? പഠിക്കുന്ന വ്യക്തിയെ എന്താ പറയുന്നത്? ആസ്ട്രോണമർ. അടുത്തത് the choose not to use a word either in favor of or against something. ഒരു അനുകൂലമായിട്ടും നിൽക്കുന്നില്ല, പ്രതികൂലമായിട്ടും നിൽക്കാതെ വോട്ട് ചെയ്യാതെ നിൽക്കുന്ന വ്യക്തിയെ. ഒന്നില്ലെങ്കിൽ അനുകൂലമായിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? പോയിട്ട് വോട്ട് ചെയ്യണം. അല്ലെ? പ്രതികൂലമായിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ പോയിട്ട് എന്ത് ചെയ്യണം? എൻഡോട് അല്ലെ? വോട്ട് കൊടുക്കാതെ എൻഡ് ചെയ്തിട്ട് വരണം. അല്ലെ? അപ്പോ അതൊന്നും നിൽക്കാതെ എന്ത് ചെയ്യണം? സിമ്പിൾ ആയിട്ട് ആള് നിൽക്കണം. അപ്പൊ അതിനെ പറയുന്നതാണ് abstain എന്ന് പറയുന്നത്. എന്താണ്? abstain ട്ടോ. A feeling of shyness or embarrassment that stops you from doing or saying what you really want. അല്ലേ? നമ്മൾ ചെയ്യുന്നതിലും പ്രവർത്തിക്കാനും ഒക്കെ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നതിനെ ഇൻഹിബിഷൻ എന്ന് പറയുന്നു. എന്താണ്? ഇൻഹിബിഷൻ. എന്താണ്? ഇൻഹിബിഷൻ. ദ ആർട്ട്. അല്ലേ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കയ്യെഴുത്ത്. അല്ലേ? നല്ല നമ്മൾ പറയാറുണ്ട് അല്ലേ? നല്ല ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയാറുണ്ട് അല്ലേ? അങ്ങനെ ആർട്ട് റിലേറ്റഡ് ടു ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് എന്താണ്? കാലിഗ്രഫി ആണ്. എന്താണ്? കാലിഗ്രഫി. വൺ ഹു ട്രീറ്റ്സ് സ്കിൻസ് ഡിസീസസ് ഈസ് നോൺ ആസ്. ത്വക്ക് രോഗ വിദഗ്ധനെ എന്ത് പറയുന്നു? ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയുന്നു. ത്വക്കിനെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ്? ഡെർമറ്റോളജി എന്ന് പറയും. അല്ലേ? ത്വക്കിനെ കുറിച്ചിട്ടുള്ള പഠനം ഡെർമറ്റോളജി എന്ന് പറയുന്നു. അപ്പൊ ത്വക്ക് രോഗത്തിന്റെ ആ വിദഗ്ധനെ, ചർമ്മരോഗ വിദഗ്ധനെ എന്ത് പറയാം? ഡെർമറ്റോളജിസ്റ്റ് എന്നും പറയാം. നെക്സ്റ്റ് നോക്കാം. സൂസൻ doesn't go to church as she calls herself as someone who doesn't believe in the existence of God. അതായത് എന്താണ്? സ്ഥിരമായിട്ട് ചർച്ചിലേക്ക് പോകുന്നില്ല. അല്ലെ? എന്താണ്? someone who doesn't believe in the
എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ഈ റെഡ് മാർക്കിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എന്താണ്? ദൈവവിശ്വാസം ഇല്ലാത്ത ആളെ വിളിക്കുന്ന പേര് എന്താണ് എന്നാണ് ചോദ്യം. ദൈവവിശ്വാസം ഇല്ലാത്ത വ്യക്തിയെ നമ്മൾ എന്താ പറയുക? എന്തു പറയും? ഏത്തിയസ്റ്റ് എന്ന് പറയും അല്ലേ? എന്താണ്? ഏത്തിയസ്റ്റ്. ഏത്തിയസ്റ്റ് എന്ന് പറയും. 133/24 ചോദ്യം കേട്ടോ. ഡസിന്റെ ബിലീവ്, ദൈവത്തെ വിശ്വസിക്കില്ല അല്ലെ. ദൈവം ചിലർ പറയാറുണ്ട് അല്ലെ, ദൈവമൊന്നും ഇല്ല എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. പ്രപഞ്ചത്തിൽ ഒരു ശക്തി ഉണ്ട് പറയും, പക്ഷെ ഇങ്ങനെ ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഓരോരുത്തരും അമ്പലങ്ങൾ അങ്ങനെ അതൊന്നും ഇല്ല എന്ന് വ്യക്തിയെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്ത് പറയുന്നത്? ഏത്തിയസ്റ്റ് എന്ന് പറയുന്നത്. എക്സ്ട്രീം ഫിയർ ഓഫ് ഗോഡ് അല്ലെ, ദൈവ ഭയമുള്ള വ്യക്തിയെ എന്ത് പറയാം? എങ്കിൽ ചിലർ പറയാം, അയ്യോ എന്തെങ്കിലും ചെയ്താൽ ദൈവം കോപിക്കും അല്ലെ, ദൈവം നമ്മളെ ശിക്ഷിക്കും എന്നൊക്കെ നമ്മൾ പറയും. ദൈവത്തോട് നമുക്കൊരു ദൈവഭയം ഉണ്ടാവും അല്ലെ. ആ ദൈവഭയമുള്ള വ്യക്തിയെ എന്തു പറയും? ദൈവഭയമുള്ള വ്യക്തിയെ നമ്മൾ എന്തു പറയും? എന്താണ്? എക്സ്ട്രീം ഫിയർ ഓഫ് ഡോഗ്സ് സൈനോഫോബിയ എന്ന് പറയും. എന്താണ്? സൈനോഫോബിയ. സൈനോഫോബിയ എന്നും പറയാം. അതുപോലെ എന്താണ്? തിയോഫോബിയ എന്നും പറയാം കേട്ടോ. തിയോഫോബിയ, THEO, തിയോഫോബിയ എന്നും പറയാം. സൈനോഫോബിയ എന്നും പറയാം, തിയോഫോബിയ എന്നും പറയാം കേട്ടോ. 127/24. നെക്സ്റ്റ്, ക്രേസ് ഫോർ ഫ്ലവേഴ്സ് അല്ലെ. ക്രേസ് ആണ് അല്ലെ, ഭയങ്കര ക്രേസ് ആണ്. ഏതിനോട്? ഫ്ലവേഴ്സിനോട്, പൂക്കളോട് എന്താണ്? അതിയായിട്ടുള്ള ആസക്തി അല്ലെ. നമ്മൾ എന്ത് പൂ കണ്ടാലും ഇത് അടിപൊളി എന്ന് പറഞ്ഞിട്ടില്ലേ? ഫ്ലവേഴ്സിനോട് എന്തിലും ആ ഫ്ലവേഴ്സിന്റെ ഏത് കാര്യമായാലും അതിനോട് ഒരു ഭയങ്കര ക്രേസ് ഉണ്ടാക്കുക. അതിനെന്ത് പറയാം? എന്താണ്? ഫ്ലോറിമാനിയ എന്ന് പറയും. എന്താണ്? ഫ്ലോറിമാനിയ. കേട്ടോ. ഫ്ലോറിമാനിയ 128/24. ക്രേസ് ഓഫ് ഫ്ലവേഴ്സ് കേട്ടോ. അല്ലെങ്കിൽ ആന്തോഫിലിയ എന്നും പറയാം. PSCയുടെ ആൻസർ ഇതാണ് കേട്ടോ. ഫ്ലോറിമാനിയ എന്നാണ് ആൻസർ. ഞാൻ അതിൽ എക്സ്ട്രാ ഇട്ട് തന്നേ ഉള്ളൂ. എന്താണ്? ആന്തോഫിലിയ എന്നും പറയാം. അപ്പൊ ഫ്ലോറിമാനിയ പഠിക്കണേ. ഫ്ലോറിമാനിയ. അടുത്തത്, എമർജൻസി പ്രൊസീജിയർ ടു റിവൈവ് സംവൺ ടു കോൺഷ്യസ്നസ് അല്ലെ. എന്താണ്? ഒരാളെ അബോധാവസ്ഥയിൽ നിന്നും തിരികെ എന്ത് ചെയ്യുക? ബോധാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു അടിയന്തര നടപടിക്രമത്തെ എന്താണ് പറയുന്നത്? നമ്മൾ പറയും CPR കൊടുക്കുക എന്ന് പറയും അല്ലെ. നമ്മൾ എന്ത് പറയും? CPR കൊടുക്കുക അല്ലെ. കാർഡിയോപൾമിനറി റീസസിറ്റേഷൻ എന്ന് പറയും അല്ലെ. അപ്പൊ CPR കൊടുക്കുക. അപ്പൊ അതിന് എന്താണ്? എന്താണ് ആൻസർ വരിക? റീസസിറ്റേഷൻ അല്ലേ. RESUSCITATION. ഓക്കെ, റിസസിറ്റേഷൻ ട്ടോ. അതായത് CPR കൊടുക്കുക എന്ന് തന്നെയാണ്. ആ CPR-ലെ R ആണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താണ്? CPR-ലെ CP എന്താ? കാർഡിയോ പൾമണറി. നമ്മൾ CPR കൊടുക്കണം പറയില്ല, അവരെ കിടത്തിയിട്ട് വായിക്കൂടെ നമ്മളത് കൊടുക്കുമല്ലോ, ശ്വാസം കൊടുക്കുന്നതേ CPR. അതിൽ C എന്താണ്? കാർഡിയോ, P എന്താ? പൾമണറി, R എന്താണ്? റീസസിറ്റേഷൻ. ഓക്കെ, എമർജൻസി പ്രൊസീജിയർ ടു റിവൈവ് സംവൺ ടു കോൺഷ്യസ്നസ്. ക്വസ്റ്റ്യൻ കോഡ് 135/24 ആണ് കേട്ടോ. അടുത്തത്, എക്സ്ട്രീംലി തിൻ ആൻഡ് ബോണി ഈസ്. എക്സ്ട്രീംലി തിൻ ആൻഡ് ബോണി ഈസ് എന്താണ്? നല്ല നമ്മുടെ ഈ ശരീരം എന്താണ്? വടിവത്ത ശരീരം എന്ന് പറയില്ലേ, അസ്ഥികൾ മാത്രമായിട്ട് കാണപ്പെടുന്നത്, നല്ല വടിവത്ത മെലിഞ്ഞ, പിന്നെന്താ അങ്ങനെ നമ്മൾ പറയാറില്ലേ, എല്ലും കൊട്ട പോലെ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അസ്ഥികളൊക്കെ പുറത്ത് കാണുക എന്ന അർത്ഥത്തില് അതിന് പറയുന്നത് എന്താ? എക്സ്ട്രീംലി തിൻ ആൻഡ് ബോണി ഈസ് എന്താണ്? ഗോണ്ട് അല്ലേ. GAUNT ട്ടോ. ഗോണ്ട്. എന്താണ്? ഗോണ്ട് എന്നും പറയാം, അതുപോലെ ഇമാസിയേറ്റഡ് എന്നും പറയാം കേട്ടോ. ഗോണ്ട് എന്നും പറയാം. ഇതാണ് PSC ആൻസറേ. ചിലപ്പോൾ ഇനി അടുത്തതിൽ ഈ ഓപ്ഷൻ തന്നാലോ എന്ന് പറഞ്ഞിട്ട് തന്നതാണ് കേട്ടോ. ഇമാസിയേറ്റഡ് എന്നും പറയാം.
135/24 ചോദ്യമാണ്. കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ 2 എണ്ണമാണ് വന്നിരിക്കുന്നത്. നോക്കൂ, സൂസൻ ഡസിന്റ് ഗോ ടു ചർച്ച് ആസ്, അതവിടെ നിൽക്കട്ടെ. എന്താണ് ഡസിന്റ് ബിലീവ്, അല്ലെ, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയെ ഏത്തിസ്റ്റ് എന്ന് പറയുന്നു. ദൈവഭയമുള്ള വ്യക്തിയെ സൈനോഫോബിയ എന്ന് പറയുന്നു. ദൈവഭയം എന്താണ്? സൈനോഫോബിയ അല്ലെങ്കിൽ തിയോഫോബിയ എന്നും പറയാം. ദൈവഭയം എന്താണ്? സൈനോഫോബിയ. സൈനോഫോബിയ, സൈനോഫോബിയ. അടുത്തത് പൂക്കളോടുള്ള ക്രൈസ് എന്താണ്? ഫ്ലോറിമാനിയ. ഫ്ലവർ എന്ന് കണക്കാക്കിയാൽ മതി. ഫ്ലവർ എന്ന് പറയുമ്പോൾ ഫ്ലോർ, കണ്ടോ, ഫ്ലോറിലൊക്കെ ഫ്ലവർ വെക്കില്ലേ, ഫ്ലോറിമാനിയ. എമർജൻസി പ്രൊസീജിയർ ടു റിവൈവ് സംവൺ ടു കോൺഷ്യസ്നെസ്, അല്ലെ, അബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന അടിയന്തര നടപടിക്രമത്തെയാണ് നമ്മൾ CPR കൊടുക്കുക എന്ന് പറയും. അതിൽ C എന്ന് പറയുന്നത് കാർഡിയോ ആണ്, P പൾമണറി ആണ്, R അത് കാർഡിയോ, അതൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. അതിൽ R മാത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. റിസസിറ്റേഷൻ. എക്സ്ട്രീംലി തിൻ ആൻഡ് ബോണി എന്താണ്? ഗോണ്ട്, GAUNT, ഗോണ്ട് അല്ലെങ്കിൽ ഇമാസിയേറ്റഡ് എന്ന് പറയും. നെക്സ്റ്റ്, എ പബ്ലിക് പ്ലേസ് ഫോർ വാക്കിംഗ്, അല്ലെ, പൊതുജനങ്ങൾക്ക് നടക്കാൻ, അല്ലെ, ജനങ്ങൾക്ക് നടക്കാനായിട്ടുള്ള ഒരു പൊതുസ്ഥലമാണ്, അല്ലെ, ഒരു പബ്ലിക് പ്ലേസ്. അതിനെ എന്തു പറയാം? ജനങ്ങൾക്ക് നടക്കാനുള്ള ഒരു പൊതുസ്ഥലത്തെ എന്തു പറയാം? എന്താണ്? പ്രൊമിനേഡ് എന്ന് പറയും. എന്താണ്? പ്രൊമിനേഡ് കേട്ടോ, പ്രൊമിനേഡ്. പ്രൊമിനൈഡ് കേട്ടോ, അല്ലെങ്കിൽ വാക്ക് വേ എന്ന് പറയും. ഇതാണ് PSCയുടെ ആൻസർ, ഇതാണ്. അല്ലെങ്കിൽ വാക്ക് വേ എന്നും പറയാം കേട്ടോ, വാക്ക് വേ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ കോമൺ ആയിട്ട് എന്ത് പറയും? ഫുട്പാത്ത് എന്ന് പറയും, അല്ലേ, ഫുട്പാത്ത് എന്ന് പറയും. ഫുട്പാത്ത് എന്നൊക്കെ തന്നെ നമ്മൾ എഴുതുന്നുള്ളത് PSCക്ക് അറിയും. അപ്പൊ അവർ ഫുട്പാത്ത് തരില്ല. വാക്ക് വേ എന്ന് പറഞ്ഞാൽ നടക്കാനുള്ള വഴിയാണെന്നുള്ളത് വെച്ചാൽ അതും തരില്ല. പ്രൊമിനേഡ് പറഞ്ഞാൽ നമ്മൾ എഴുതില്ല. അതാണ് സത്യാവസ്ഥ. PSCക്ക് നല്ല ബുദ്ധിയുണ്ട്, അല്ലേ. എ പബ്ലിക് പ്ലേസ് ഫോർ വാക്കിംഗ് എന്താണ്? പ്രൊമിനേഡ്. പ്രൊമിനേഡ് കണ്ടോ. ഇപ്പൊ നിങ്ങൾ ഈ ആൻസർ പഠിച്ചു. എന്താണ്? ഞാൻ ഈ ഒരു 3 രീതിയിൽ പറഞ്ഞു തന്നു. ഫുട്പാത്ത് പറഞ്ഞാലും വരില്ല, വാക്ക് വേ പറഞ്ഞാലും നമ്മൾ എഴുതും, പ്രൊമിനേഡ് പറഞ്ഞാൽ നമ്മൾ എഴുതില്ല. അപ്പൊ പ്രൊമിനേഡ് പറഞ്ഞാൽ എന്താണ്? കണ്ടോ, ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുന്ന സമയത്ത് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. പ്രൊമിനേഡ് മറക്കുവോ? പ്രൊമിനേഡ് മറക്കുവോ? ജനങ്ങൾക്ക് നടക്കാനുള്ള പൊതുസ്ഥലത്തെ എന്താണ്? പ്രൊമിനേഡ് എന്ന് പറയുന്നു. 154/24. എ പേഴ്സൺ ഹു ഡസ് ക്ലെവർ ട്രിക്സ് which appear magical is called, എന്താണ്? മായാജാലങ്ങൾ ചെയ്യുന്ന, അല്ലെ, കഴിവുള്ള വ്യക്തിയെ, അല്ലെ, മായാജാലങ്ങൾ ചെയ്യാൻ കഴിവുള്ള വ്യക്തിയെ എന്തു പറയും? മാജിക്കൽ, അല്ലെ, which appear magical is called എന്തു പറയാം? കൺജറർ എന്ന് പറയും. എന്താണ്? CONJURER, അല്ലെ, കൺജറർ എന്ന് പറയും. നമുക്കറിയാം, PSCക്ക് അറിയാം. മെജീഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതും എന്ന് അറിയും. അതുകൊണ്ട് നമ്മൾ അവർ തരില്ല. മെജീഷ്യൻ എന്നും പറയാം, അല്ലെ, മെജീഷ്യൻ എന്ന് പറയാം. പിന്നെ എന്ത് പറയാം? നമുക്കതിന് പറയാം എന്താണ്? ഒരു വാക്കും കൂടി പഠിച്ചോട്ടാ, ഇല്യൂഷനിസ്റ്റ് എന്നും പറയാം കേട്ടോ. നമ്മളെ മുതുകാടിനെ നമുക്ക് മെജീഷ്യൻ എന്ന് നമ്മൾ പറയാറില്ല, മെജീഷ്യൻ മുതുകാട് എന്ന് പറയാറുണ്ട്. അതേപോലെ കണക്ട് ചെയ്യ, കൺജറർ മുതുകാട് എന്ന് കണക്ട് ചെയ്യ, ഇല്യൂഷനിസ്റ്റ് എന്ന് കണക്ട് ചെയ്യ. NIST ആണ് കേട്ടോ, NIST ആണ്, NIST, ഇല്യൂഷനിസ്റ്റ് മുതുകാട് എന്ന് കണക്ട് ചെയ്യുക. അപ്പൊ കിട്ടും. നമ്മൾ മെജീഷ്യൻ മുതുകാട് മാത്രം പഠിക്കാതെ ഈ കൺജറർ മുതുകാട്, ഇല്യൂഷനിസ്റ്റ് മുതുകാട് എന്ന് പഠിച്ചോളൂ കേട്ടോ. എ പേഴ്സൺ ഹു ഡസ് ക്ലെവർ ട്രിക്സ് വിച്ച് അപ്പിയർ മാജിക്കൽ ഈസ് കോൾഡ് മെജീഷ്യൻ എന്ന് പറയാം, അല്ലെങ്കിൽ കൺജറർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇല്യൂഷനിസ്റ്റ് എന്നും പറയാം. 178/24. നെക്സ്റ്റ്, ഹിറ്റ്ലർ ബിലീവ്ഡ് ഹിംസെൽഫ് ടു ബി, ഇത് നോക്കൂ, ഓൾ പവർഫുൾ. ഓൾ പവർഫുള്ളിന്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓൾ പവർഫുൾ. ഹിറ്റ്ലർ ബിലീവ്ഡ് ഹിംസെൽഫ്, അല്ലെ, ഹിറ്റ്ലർ എന്ത് ചെയ്തു? സ്വയം വിശ്വസിക്കുകയാണ്, അല്ലെ, ഞാൻ എന്താണ്? അതിശക്തനാണ്, ഓൾ പവർഫുൾ എന്ന രീതിയിൽ ഏത് വരും? ഓൾ പവർഫുൾ. എന്താണ്? ഓംനിപൊട്ടന്റ്. എന്താണ്? ഓംനിപൊട്ടന്റ്. ഓംനിപൊട്ടന്റ് മറക്കരുതേ, ഓംനിപൊട്ടന്റ്, അല്ലെ. എന്താണ്? പൊട്ടന്റ് എന്താണ്? നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യുക എന്നുള്ളതിൽ, എനിക്ക് എന്നെ തന്നെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ കഴിയുന്നുള്ളിൽ അതിലൊന്ന് കണക്ട് ചെയ്യുക.
പൊട്ടന്റ് അല്ലെ, പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ. ഹിറ്റ്ലർ ബിലീവ്ഡ് ഹിംസെൽഫ് ടു ബി ഓൾ പവർഫുൾ. എന്താണ് ഓൾ പവർഫുള്ളിന്റെ മീനിങ് എന്താണ്? ഓംനിപൊട്ടന്റ്. 173/24 ചോദ്യമാണ്. അടുത്തത് ടു എക്സാമിൻ വൺസ് ഓൺ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ടു എക്സാമിൻ വൺസ് ഓൺ തോട്ട്സ് അല്ലെ, സ്വയം ചിന്തകളും, ആൻഡ് ഫീലിങ്സ് അല്ലെ, സ്വന്തം ചിന്തകളും വികാരങ്ങളും പരിശോധിക്കുക. ആത്മപരിശോധന എന്ന് പറയില്ലേ, ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം, അല്ലെങ്കിൽ അല്ലെ ശാരീരിക പരിശോധനയ്ക്ക് വിധേയമാക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ ഒരു വ്യക്തിയെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നൊക്കെ പറയില്ലേ. എന്താ ആത്മപരിശോധന എന്ന് പറഞ്ഞാൽ? സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ പരിശോധിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആത്മപരിശോധന എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് അവിടെ അർത്ഥം വരിക? എന്ത് വരും? ഇൻട്രോസ്പെക്ഷൻ വരും അല്ലെ. എന്താണ് ഇൻട്രോസ്പെക്ഷൻ? ഇൻട്രോസ്പെക്ഷൻ. Next, an ability to make good judgment and take quick decision അല്ലേ. എന്താണ്? വേഗത്തിൽ തീരുമാനം എടുക്കാനല്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തില്ല സഡൻലി നമുക്ക് തീരുമാനം എടുക്കാനൊന്നും കഴിയില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ നല്ലൊരു തീരുമാനത്തിൽ എത്താനും, പെട്ടെന്ന് ഒരു നല്ല തീരുമാനത്തിലേക്ക് എത്താനും അതിനൊരു ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ടേക്ക് ക്വിക്ക് ഡിസിഷൻ അല്ലേ, വേഗത്തിൽ തീരുമാനം എടുക്കാനുള്ള കഴിവ്. എന്താണ് അതിനെ പറയുക? വേഗത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ് അല്ലെ, അക്യുമെൻ എന്ന് പറയാം അല്ലെ. എന്താണ് അക്യുമെൻ? അക്യുമെൻ എന്ന് പറയാം. അല്ലെങ്കിലോ ഡിസേൺമെന്റ് എന്നും പറയാം. പഠിച്ചോളണം കേട്ടോ, പഠിച്ചോളണം. PSC എപ്പോഴും ഒരേ ഓപ്ഷൻ തന്നെ തരണമെന്നൊന്നുമില്ല. ഡിസേൺമെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് മൈൻഡ് എന്നും പറയാം. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് PSC നമുക്ക് തരില്ല. പ്രസൻസ് ഓഫ് മൈൻഡ് എന്നും പറയാം, അക്യുമെൻ എന്നും പറയാം, അല്ലെങ്കിൽ ഡിസേൺമെന്റ് എന്നും പറയാം. പഠിച്ചോ? പബ്ലിക് പ്ലേസ് ഫോർ വാക്കിംഗ് എന്താണ്? പൊതുജനങ്ങൾക്ക് നടക്കാനുള്ള അല്ലെ, ജനങ്ങൾക്ക് നടക്കാനുള്ള പൊതുസ്ഥലത്തെ എന്തു പറയും? എന്തു പറയും? പ്രൊമിനൈഡ് എന്ന് പറയും അല്ലെ. എന്താണ് പ്രൊമിനൈഡ്? പ്രൊമിനൈഡ് മറക്കരുതേ, പ്രൊമിനൈഡ്. പഠിച്ചോ പഠിച്ചോ പഠിച്ചോ. ഒന്ന് തന്നെല്ലാം ഒന്ന് നന്നായിട്ട് മനസ്സിലെത്തി വായിക്കാം. പ്രൊമിനൈഡ് അല്ലെ, അല്ലെങ്കിൽ വാക്ക് വേ, ഫുട്പാത്ത് എന്നൊക്കെ പറയാം അല്ലെ. പിന്നെ എന്താ? എ പേഴ്സൺ ഹു ഡസ് ക്ലവർ ട്രിക്സ് വിച്ച് അപ്പിയർ മാജിക്കൽ ഈസ് കോൾഡ് അല്ലെ, മായാജാലങ്ങൾ കാണിക്കുന്ന വ്യക്തിയെ എന്തു പറയാ? മജീഷ്യൻ എന്ന് ഞങ്ങൾക്കറിയാം അല്ലേ. പക്ഷേ PSCയുടെ ആൻസർ എന്താണ്? PSCയുടെ ആൻസർ എന്താണ്? കൺജറർ അല്ലെ, കൺജറർ അല്ലെങ്കിൽ ഇല്യൂഷനിസ്റ്റ് എന്നും പറയാം. എന്താണ്? ഇല്യൂഷനിസ്റ്റ്. നെക്സ്റ്റ് എന്താ? ഓൾ പവർഫുൾ. ഓൾ പവർഫുൾ എന്താണ്? ഓംനിപൊട്ടന്റ് ആണ് അല്ലെ. ഓൾ പവർഫുൾ എന്താണ്? ഓംനിപൊട്ടന്റ്. നെക്സ്റ്റ് എന്താണ്? ടു എക്സാമിൻ വൺസ് ഓൺ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് അല്ലെ, ചിന്തകളും വികാരങ്ങളും ഒക്കെ അല്ലെ. ടു എക്സാമിൻ വൺസ് ഓൺ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്താണ്? ആത്മപരിശോധന അല്ലെ, സ്വന്തം ചിന്തകളും വികാരങ്ങളും ഒക്കെ പരിശോധിക്കുന്നതിനെ എന്തു പറയാം? ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയാം അല്ലെ. എന്താണ് ഇൻട്രോസ്പെക്ഷൻ? എന്താണ് ഇൻട്രോസ്പെക്ഷൻ? നെക്സ്റ്റ് നോക്കൂ, ആൻ എബിലിറ്റി ടു മേക്ക് ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ടേക്ക് ക്യൂക്ക് ഡിസിഷൻ. നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് പെട്ടെന്ന് അതിനുള്ള തീരുമാനങ്ങൾ കറക്റ്റ് ആയിട്ട് എടുക്കാൻ കഴിവുണ്ടോ? അപ്പൊ ആ കഴിവുള്ള വ്യക്തിയെ എന്ത് പറയും? അക്യുമെൻ എന്ന് പറയാം. എന്താണ് അക്യുമെൻ? അക്യുമെൻ. അല്ലെങ്കിൽ എന്ത് പറയാം? ഡിസേൺമെന്റ് എന്നും പറയാം. എന്താണ് ഡിസേൺമെന്റ് എന്നും പറയാം കേട്ടോ. അപ്പം ഇതില് ഈ ഇൻട്രോസ്പെക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? PSC ഡിലീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗൂഗിളിൽ അടിച്ചു നോക്കുന്ന സമയത്ത് ടു എക്സാമിൻ വൺസ് ഓൺ തോട്ട്സ്, സ്വന്തം ചിന്തകളും വികാരങ്ങളും അല്ലെ, ആത്മപരിശോധന നടത്തുക എന്ന അർത്ഥത്തിൽ കറക്റ്റ് ഇൻട്രോസ്പെക്ഷൻ തന്നെയാണ്. ഓക്കെ ആണോ? അപ്പൊ അതിൽ രണ്ടെണ്ണം അതിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സെയിം മീനിങ് ആയിട്ടുള്ളത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് PSC ക്യാൻസൽ ചെയ്തു. അതായത് 25/22 ചോദ്യമാണ്. പക്ഷേ ഇൻട്രോസ്പെക്ഷൻ കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ ആൻ എബിലിറ്റി ടു മേക്ക് ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ടേക്ക് ക്വിക്ക് ഡിസിഷൻ, വേഗത്തിൽ തീരുമാനം എടുക്കാനുള്ള കഴിവ്. എന്താണ് അതിന് വരിക? അക്യുമെൻ. PSCയുടെ ആൻസർ അക്യുമെൻ ആണ് കേട്ടോ. അക്യുമെൻ ആണ് അക്യുമെൻ, അല്ലെങ്കിൽ ഡിസേൺമെന്റ് എന്നും പറയാം.
18/22 ചോദ്യമാണ്. ഇത് നമുക്ക് 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. He is a man who is too ready to believe things. അല്ലെ, വളരെയേറെ എന്താണ്, വളരെ എളുപ്പത്തിൽ വിശ്വസിക്കുന്ന ഒരാള് അല്ലെ. എന്താണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും പെട്ടെന്ന് എന്ത് ചെയ്യും, അയാൾ അത് വിശ്വസിക്കും. ആ വിശ്വസിക്കുന്ന ആ വ്യക്തിയെ എന്താണ് പറയുക, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവൻ പെട്ടെന്ന് അത് വിശ്വസിച്ചു എന്ന് പറയും അല്ലെ. ചിലരടുത്ത് പറയുമ്പോൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണ്, അങ്ങനെ പറയാറുണ്ട് അല്ലെ. അപ്പൊ പെട്ടെന്ന് എന്താണ്, ഒരു വളരെയേറെ എളുപ്പത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ എന്താണ് പറയുക? He is a man who is too ready to believe things. എന്തു പറയും? എന്താണ് അവിടെ ആൻസറിൽ, നമ്മുടെ PSCയുടെ ആൻസറിൽ എന്താണെന്നറിയോ, നൺ ഓഫ് ദി എബോവ് ആണ്. കാരണം വേറെ 3 മീനിങ് തന്നിട്ട് എന്ത് ചെയ്തു, നൺ ഓഫ് ദി എബോവ് എന്നാണ് അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് അതിന്റെ ആൻസർ പഠിക്കണ്ടേ, അതിന്റെ ആൻസർ പഠിക്കണം അല്ലേ. എന്താണ്, ഗില്ലിബിൾ പേഴ്സൺ ആണ്, ഗില്ലിബിൾ പേഴ്സൺ ആണ് കേട്ടോ. GULLIBLE. ഇവല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അതൊക്കെ വിശ്വസിക്കും ഇല്ലേ. എന്നിട്ട് നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവരോട് ഷെയർ ചെയ്യും. ലാസ്റ്റ് പിന്നീടായിരിക്കും നമുക്ക് അമളി പറ്റി എന്ന് നമ്മൾ ചിന്തിക്കുക, അവരെ വിശ്വസിക്കാൻ പറ്റാത്തായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യക്തിനെയാണ് എന്ത് പറയുന്നത്, ഗില്ലിബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. ഗില്ലിബിൾ പേഴ്സൺ എന്നാണ് പറയുന്നത്. PSCയുടെ ആൻസർ നൺ ഓഫ് ദി എബോവ് എന്നാണ് കേട്ടോ. അവിടെ ഈ ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് പഠിക്കാം, ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ വന്നിട്ട് ഗില്ലിബിൾ തന്നാൽ നമ്മൾ നൺ ഓഫ് ദി എബോവ് എഴുതാൻ പറ്റില്ലല്ലോ. അടുത്തത്, we have bought a new sewing machine that can easily be carried anywhere. We have bought a new sewing machine that can easily be carried anywhere. അല്ലേ, എന്താണ്, എവിടേക്ക് വേണമെങ്കിലും ഈ തയ്യൽ യന്ത്രം അല്ലേ, ന്യൂ സ്യൂയിങ് മെഷീൻ അല്ലേ, തയ്യൽ യന്ത്രമാണ് അല്ലേ, തയ്യൽ യന്ത്രമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന പുതിയ ഒരു തയ്യൽ യന്ത്രം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ. വി ഹാവ് ബോട്ട്, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ പെട്ടെന്ന് എവിടേക്കും ആ തയ്യൽ മെഷീനെ കൊണ്ടുപോകാം. അപ്പൊ അതിനെ എങ്ങനത്തെ തയ്യൽ മെഷീൻ എന്നാ പറയാ, എങ്ങനത്തെ തയ്യൽ മെഷീൻ ആണ് എന്ന് പറയാം. പോർട്ടബിൾ ആണ് അല്ലെ. എന്താണ്, പോർട്ടബിൾ ആണ്, പോർട്ടബിൾ സീയിങ് മെഷീൻ എന്ന് പറയാം അല്ലെ. പോർട്ടബിൾ ആണ് ആൻസർ കേട്ടോ, പോർട്ടബിൾ സീയിങ് മെഷീൻ. ഓക്കെ, പോർട്ടബിൾ സീയിങ് മെഷീൻ. 116/22. അടുത്ത നോക്കൂ, എന്താണ് ഒംബ്രോഫോബിയ? എന്താണ് ഒംബ്രോഫോബിയ? എന്താണ് ഒംബ്രോഫോബിയ? അറിയോ നിങ്ങൾക്ക്? 41/21 ചോദ്യമാണ്. ഒംബ്രോഫോബിയ എന്ന് പറഞ്ഞാൽ മഴയോടുള്ള ഭയം അല്ലെ. മഴയെ സംബന്ധിച്ച ഭയം, മഴ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ഭയമാണ്, മഴയെ ഭയക്കുന്നതാണ് കേട്ടോ, മഴയോടുള്ള ഭയം. ഇതാണ് മഴയോടുള്ള ഭയമാണ് ഓംബ്രോഫോബിയ. 41/21. നെക്സ്റ്റ്, എന്താണ് ആന്തോഫോബിയ? എന്താണ് ആന്തോഫോബിയ? പുഷ്പങ്ങളെ ഫോബിയ. എന്താ ഫോബിയ? പേടിയാണ്, ഭയമാണ് കേട്ടോ. അപ്പൊ ഇവിടെയും എന്താണ്, പേടിയാണ്. ആന്തോളജി. എന്താണ് ആന്തോളജി? ആന്തോഫോബിയ ഫിയർ ഓഫ് ഫ്ലവേഴ്സ് ആണ്, പൂക്കളോടുള്ള ഭയം. ഫിയർ ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളോടുള്ള ആസക്തി. നമ്മൾ എന്താ നേരത്തെ പഠിച്ചത്, പൂക്കളോടുള്ള ആസക്തി അല്ലേ, അതിയായ ആഗ്രഹം, ഫ്ലോറിമാനിയ എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ഇവിടെ എന്താണ്, പൂക്കളോടുള്ള ഭയമാണ്. എന്താണ്, ഫിയർ ഓഫ് എന്താണ്, ഫ്ലവേഴ്സ് അല്ലേ. എന്താണ് ഫിയർ, FEAR, പേടി അല്ലേ. ഫിയർ ഓഫ് ഫ്ലവേഴ്സ് ആണ് ആന്തോഫോബിയ. Next, a government run by a dictator is termed as. A government run by a dictator is termed as. ഒരു ഏകാധിപതി അല്ലേ, നിയന്ത്രിക്കുന്ന ഭരണമാണ് അല്ലേ, ഒരു ഏകാധിപതിയാണ് അല്ലേ. a dictator ആണ്. ഡിക്റ്റേറ്റർ ആരാ? ഏകാധിപതി അല്ലേ. ഒരു ഏകാധിപതി നിയന്ത്രിക്കുന്ന ഭരണം എന്തു പറയാം? ഒരു ഏകാധിപതി നിയന്ത്രിക്കുന്ന
ഒരു ഗവൺമെന്റ് ഭരണത്തെ എന്തു പറയാം? ഓട്ടോക്രസി ഇല്ലേ? എന്താണ് ഓട്ടോക്രസി? ഓട്ടോക്രസി എന്ന് പറയാം. ഓട്ടോക്രസി എന്നും പറയാം, അല്ലെങ്കിൽ എന്തു പറയാം, ഡിക്റ്റേറ്റർഷിപ്പ് എന്നും പറയാം കേട്ടോ. അതെന്തായാലും തരില്ലല്ലോ, കാരണം ഇവിടെ ഡിക്റ്റേറ്റർ എന്ന് തന്നത് കൊണ്ട് നമ്മൾ അത് അതിൽ വേഗം എത്തിക്കും എന്നുള്ളത് നമുക്ക് ആൻസറിലേക്ക് എത്തിക്കും. അപ്പൊ അത് തരില്ല. അപ്പൊ എന്താണ് ഓട്ടോക്രസി ഇല്ലേ? എന്താണ് ഓട്ടോക്രസി? 127/22. അന്ന് ഇതൊന്നും കൂടി റിവിഷൻ ചെയ്യാം നമുക്ക്. ഹീസ് എ മാൻ ഹു ഈസ് ടു റെഡി ടു ബിലീവ് തിങ്സ് അല്ലെ? എളുപ്പത്തിൽ ഒരാളെ വിശ്വസിക്കുക. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യും? പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തിയെ പറയുന്നതാണ് ഗുലിബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. പിന്നെ എങ്ങോട്ടേക്കും വേണമെങ്കിലും കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മെഷീന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, തയ്യൽ മെഷീൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? അത് അങ്ങോട്ട് പോകുമ്പോഴും കൊണ്ടുപോകാം, ഇങ്ങോട്ട് പോകുമ്പോഴും കൊണ്ടുപോകാം, എന്ത് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള തയ്യൽ മെഷീനെ പറയുന്നതാണ് പോർട്ടബിൾ സീയിങ് മെഷീൻ എന്ന് പറയുന്നത്. ഓംബ്രോഫോബിയ എന്താണ്? ഓംബ്രോഫോബിയ മഴയോടുള്ള ഭയമാണ്. ഓംബ്രോഫോബിയ എന്താണ്? മഴയോടുള്ള ഭയമാണ്. ആന്തോഫോബിയ പൂക്കളോടുള്ള ഭയമാണ്. ഗവൺമെന്റ് റൺ ബൈ എ ഡിക്റ്റേറ്റർ ഈസ് ടേംഡ് ആസ്, ഒരു ഏകാധിപതി ഭരിക്കുന്ന ഗവൺമെന്റ് ഭരണത്തെ എന്ത് പറയുന്നു? ഓട്ടോക്രസി എന്ന് പറയുന്നു. ഓട്ടോക്രസി എന്ന് പറയുന്നു. അടുത്ത നമുക്ക് 31ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കം ഔട്ട് ഓഫ് സഡൻ പ്ലെന്റിഫുൾ ഫ്ലോ. കം ഔട്ട് ഓഫ് സഡൻ അല്ലേ? അപ്രതീക്ഷിതമായിട്ട് അല്ലെ? പെട്ടെന്ന് എന്ത് ചെയ്യുക? പുറത്തേക്ക് വരിക. ധാരാളമായിട്ട് എന്ത് ചെയ്യുക? പ്ലെന്റിഫുൾ പറയുന്നത് ധാരാളമായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുക? പുറത്തേക്ക് വരിക എന്ന അർത്ഥത്തില് വരുന്ന വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഗുഷ്. എന്താണ്? ഗുഷ് ട്ടോ. അല്ലെങ്കിൽ ഗുഷ് ആണ് PSCയുടെ ആൻസർ. അല്ലെങ്കിൽ ബേസ്റ്റ് ഔട്ട് എന്നും പറയാം ട്ടോ. ബേസ്റ്റ് ഔട്ട് എന്നും പറയാം. ബേസ്റ്റ് ഔട്ട്. ഓക്കെ, ഗുഷ് ട്ടോ. H ആണ്. അടുത്തത് എ റെമഡി ഫോർ ഓൾ ഡിസീസസ് അല്ലെ? എല്ലാ രോഗങ്ങൾക്കും ഒരേ ഒരു മരുന്ന് അല്ലെ? എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒരേ ഒരു മരുന്ന് എന്താ പറയാ? എ റെമഡി ഫോർ ഓൾ ഡിസീസസ്. എ റെമഡി ഫോർ ഓൾ ഡിസീസസ് എന്താണ്? പനാഷ്യ അല്ലെ? PANACEA. ഓക്കെ. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 77/21. നെക്സ്റ്റ് ഡിസീസസ് ഓഫ് ഐ. എന്താണ്? ഐ രോഗം അല്ലെ? കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ എന്തു പറയും? കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ. ഒഫ്താൽമോളജിസ്റ്റ് അല്ലെ? ഒഫ്താൽമോളജിസ്റ്റ്. OPTHALMOLOGIST. ഒഫ്താൽമോളജിസ്റ്റ് കേട്ടോ. ഒഫ്താൽമോളജിസ്റ്റ്. 75/21. സ്റ്റഡി ഓഫ് മൗണ്ടെയിൻ. സ്റ്റഡി ഓഫ് മൗണ്ടെയിൻ പർവ്വതങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം ഒറോളജി. ഒറോളജി. പർവ്വതങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം ഒറോളജി. 31/23. An ability to stay calm in difficult situation. An ability to stay calm in difficult situation. കഷ്ട സമയങ്ങളിലും എന്താണ്? നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ അതിനെ ശാന്തതയോടുകൂടി എന്താണ്? അതിനെ നിലനിർത്താനുള്ള കഴിവ് അല്ലെ? ഒരു മനഃശക്തി അല്ലെ? നമ്മൾ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ സമാധാനപരമായിട്ട് എന്ത് ചെയ്യാണ്? നിലനിർത്താനായിട്ടുള്ള കഴിവ്, നമ്മുടെ സഹനശക്തി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതിനെ എന്താണ് പറയുക? എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നമുക്കൊരു നല്ല സഹനശക്തിയോട് കൂടിയിട്ട് നമ്മൾ അതിനെ പ്രതികരിക്കാതെ നമ്മൾ എന്ത് ചെയ്യും? നല്ല ശാന്തിയോട് കൂടിയിട്ട് അതിനെ മനസ്സിൽ തന്നെ വെക്കും. അതിനെ പറയുന്നതാണ് എന്ത് പറയും? സാങ്ക്ഫ്രോയിഡ് എന്ന് പറയും. എന്താണ്? സാങ്ക്ഫ്രോയിഡ്. സാങ്ക്ഫ്രോയിഡ്. ഓയാണ് കേട്ടോ. സാങ്ക്ഫ്രോയിഡ് എന്നാണ് PSCയുടെ ആൻസർ വന്നിട്ട്. സാങ്ക്ഫ്രോയിഡ് എന്നാണ്. പിന്നെ നമുക്ക് മറ്റു വാക്കുകൾ പഠിക്കുകയാണെങ്കിൽ എന്താ പറയാ? ഇക്വാനിമിറ്റി എന്നും പറയാം കേട്ടോ. ഇക്വാനിമിറ്റി എന്നും പറയാം. ഇക്വാനിമിറ്റി എന്നും പറയാം. പിന്നെ എന്താണ്? കമ്പോഷർ എന്നും പറയാം. കമ്പോഷർ എന്നും പറയാം കേട്ടോ. ഇവിടെ സാങ്ക്ഫ്രോയിഡ് ആണ് PSCയുടെ ആൻസർ.
ധാരാളമായിട്ട് കം ഔട്ട് ഓഫ് സഡൻ പ്ലെന്റിഫുൾ ഫ്ലോ. എന്താണ്? ഗുഷ് ല്ലേ, പെട്ടെന്ന് അല്ലെ ധാരാളമായിട്ട് പുറത്തേക്ക് വരിക എന്ന അർത്ഥത്തിൽ, അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ധാരാളമായിട്ട് പുറത്തേക്ക് വരിക എന്ന അർത്ഥത്തിൽ ഗുഷ് എന്ന് പറയാം. എ റെമഡി ഫോർ ഓൾ ഡിസീസസ് പെനേഷ്യ എന്ന് പറയാം. ഡിസീസസ് ഓഫ് ഐനെ കുറിച്ച്, ഐ രോഗങ്ങൾ അല്ലെ, ഒഫ്താൽമോളജിസ്റ്റ് അല്ലെ, ഐ രോഗം നമ്മൾ കണ്ണിന്റെ പരിശോധനയ്ക്ക് പോവാണ്, ഒരു ENT കാണിക്കുകയാണ് അല്ലെ, അപ്പൊ എന്താണ് അദ്ദേഹത്തിന് പറയാ? ഒഫ്താൽമോളജിസ്റ്റ് അല്ലെ, ഒഫ്താൽമോളജിസ്റ്റ്, ഐ ഡിസീസസ്. അടുത്ത സ്റ്റഡി ഓഫ് മൗണ്ടെയിൻ, എന്താ? പർവ്വതങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം, ഓറോളജി ആണ്. പിന്നെ എന്താണ്? എന്ത്? ആൻ എബിലിറ്റി ടു സ്റ്റേ കാം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. എന്ത് പ്രശ്നങ്ങൾ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്ത് മോശം സമയങ്ങളാണെങ്കിലും അതിനെ മനസ്സ് ശാന്തതയോട് കൂടിയിട്ട് നമ്മൾ അതിനെ നിൽക്കുന്ന ആ ശാന്തത കൈയോട് കൂടിയിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയുക? സാങ്ഫ്രോയിഡ് എന്ന് പറയും. എന്താണ്? സാങ്ഫ്രോയിഡ്. സാങ്ഫ്രോയിഡ്. ഇവിടെ മറക്കരുത്, ഗുഷ് മറക്കരുത്, ഗുഷ് മറക്കരുത്, പെനേഷ്യ മറക്കരുത്, ഒഫ്താൽമോളജിസ്റ്റ്, ഓറോളജി, സാങ്ഫ്രോയിഡ്. പോസ് ചെയ്യണം. എന്നിട്ട് ഇന്നത് ഇന്നതാണ്, ഇന്നത് ഇന്നതാണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചേ പറ്റൂ കേട്ടോ. സ്റ്റേ കാം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, സാങ്ഫ്രോയിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, he didn't think of the unwelcome consequences for his unwise action. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇഡിയം പറയൂ. അൺവെൽക്കം കോൺസിക്വൻസസ് ഫോർ ഹിസ് അൺവൈസ് ആക്ഷൻ, അതിന്റെ ഇഡിയമാണ്. എന്താണ്? ഒരു നമ്മള് വിവേകമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിൽ അല്ലെ, ഒരു അവിവേകമായിട്ട്, അതായത് നല്ല രീതിയിലല്ലാതെ തെറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? വിവേകപൂർവം അല്ലാതെ അവിവേകമായിട്ട് നമ്മുടെ ഒരു പ്രവർത്തനത്തിന് എന്തുണ്ടാകും? നമുക്ക് തന്നെ അത് തിരിച്ചടി കിട്ടും അല്ലേ? അത് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ആ ഒരു ഇതിനെ എന്താണ് പറയുക? നമ്മൾ അവിവേകം എന്നൊക്കെ പറയില്ലേ, ദുഷ്പ്രഭാവം അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? വിവേകത്തോടെ പ്രവർത്തിക്കില്ല, അവിവേകത്തോടു കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ പരിണിത ഫലം നമുക്ക് തന്നെയായിരിക്കും അനുഭവം കിട്ടുക അല്ലെ, അവർക്ക് കിട്ടില്ല അല്ലെ. പക്ഷെ അപ്പൊ അതിനെ എന്താണ് പറയുക? എന്തു പറയും? റാമിഫിക്കേഷൻ എന്ന് പറയും. എന്താണ്? റാമിഫിക്കേഷൻ. റാമിഫിക്കേഷൻ ട്ടോ, റാമിഫിക്കേഷൻ. 110/21. അടുത്തത്, ഇമോഷണൽ സ്ട്രെസ് ഈസ് വൺ ഓഫ് ദി റീസൺസ് ഫോർ ഡാഷ് ദ ക്രൈം ഓഫ് കില്ലിംഗ് എ ന്യൂ ബോൺ ചൈൽഡ് അല്ലെ. ജനന സമയത്ത് തന്നെ കുട്ടികളെ കൊല്ലുന്ന അതിനെ എന്താ പറയുക? ശിശുഹത്യ എന്ന് പറയും അല്ലേ, ശിശുഹത്യ അല്ലെ. നവജാത ശിശുവിനെ കൊല്ലുന്ന കുറ്റമാണ്, കുറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ശിശുഹത്യ എന്ന് പറയും അല്ലേ. നവജാത ശിശുക്കളെ കൊല്ലുന്നതിന് ശിശുഹത്യ എന്ന് പറയും. അങ്ങനെ ചെയ്യുന്ന അതിനെ എന്താ പറയുക? ഇൻഫാന്റിസൈഡ് എന്ന് പറയില്ലേ. നിങ്ങൾക്ക് ടൈം തരികയാണ്, പഠിച്ചതൊന്ന് റിവൈസ് ചെയ്യാനുള്ള ടൈം തരികയാണ്, ആ സമയത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇൻഫാന്റിസൈഡ് എന്താണ്? ഇൻഫാന്റിസൈഡ് കേട്ടോ, ഇൻഫാന്റിസൈഡ്. 117/21. ഓക്കെ, അടുത്തത്, ഹു നെവർ ഡ്രിങ്ക്സ് ആൽക്കഹോൾ, ഒരിക്കലും മദ്യം കഴിക്കാത്ത വ്യക്തി അല്ലേ, മദ്യപാനം ഒരിക്കലും ചെയ്യാത്തവൻ അല്ലേ. എന്താണ്? ടിറ്റോ ടാലർ അല്ലേ, ടിറ്റോ ടാലർ. ടിറ്റോ ടാലർ. അടുത്തത്, എ സ്മോൾ ഷോപ്പ് ദാറ്റ് സെൽസ് ഫാഷനബിൾ ക്ലോത്ത്സ്, കോസ്മെറ്റിക്സ്, ആക്സസറീസ് അല്ലേ. എന്താണ്? ഫാഷൻ വസ്ത്രങ്ങളും കോസ്മെറ്റിക്കുകളും ആക്സസറികളും ഒക്കെ തുടങ്ങിയ വിൽക്കുന്ന ഒരു ചെറിയ കടയാണ് അല്ലെ, സ്മോൾ ഷോപ്പാണ്. അതിനെന്താ പറയാ? ബൊട്ടിക് അല്ലേ, ബൊട്ടിക് ആണ് അല്ലേ, BOUTIQUE അല്ലേ, ബൊട്ടിക് ആണ്. 118/22. ഡോക്ടർ സലീം അലി വാസ് എ നാച്ചുറലിസ്റ്റ് ആൻഡ് ആൻ എക്സ്പെർട്ട് ഓൺ ബേർഡ്സ് അല്ലേ. പക്ഷികളെ കുറിച്ചിട്ടുള്ള പഠനം നമ്മൾ പറഞ്ഞു. പക്ഷിശാസ്ത്രജ്ഞനെ എന്താ നമ്മൾ പറയുക? ഓർണിത്തോളജിസ്റ്റ് എന്ന് പറയും അല്ലേ, ഓർണിത്തോളജിസ്റ്റ്. ഓർണിത്തോളജിസ്റ്റ് എന്ന് പറയുന്നു. 120/22. ഒന്നും കൂടി നോക്കിയാലോ. എന്താണ്?
he didn't think അല്ലേ, അവൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അൺവെൽക്കം ആൻഡ് കോൺസിക്വൻസസ് ഫോർ ഹിസ് അൺവൈസ് ആക്ഷൻ, അവന്റെ അവിവേകകരമായ പ്രവർത്തനത്തിന്റെ ദുഷ്ഫലം തിരിച്ച് അവന് തന്നെ ആയിരിക്കും എന്നൊരിക്കലും അവൻ ചിന്തിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്ന വ്യക്തിയെയാണ് റാമിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് റാമിഫിക്കേഷൻ? അങ്ങനെ ചെയ്യുന്നതിനെ എന്ത് പറയുന്നു? റാമിഫിക്കേഷൻ എന്ന് പറയുന്നു. ഇനി ഇമോഷണൽ സ്ട്രെസ് ഈസ് വൺ ഓഫ് ദി റീസൺസ് ഫോർ അല്ലേ ക്രൈം ഓഫ് കില്ലിംഗ് ഓഫ് ന്യൂ ബോൺ ചൈൽഡ്, ശിശുഹത്യ, ഇൻഫാന്റിസൈഡ് ആണ്. ഹു നെവർ ഡ്രിങ്ക്സ് ആൽക്കഹോൾ, മദ്യപാനം ചെയ്യാത്തവനെ ടീറ്റോറ്റാലർ എന്ന് പറയുന്നു. പിന്നെ ഒരു ചെറിയൊരു കട നടത്തുന്നത് എങ്ങനെയാണ്? എങ്ങനത്തെ കടയാണ്? ഒരു ഫാഷനബിൾ ക്ലോത്ത്സും കോസ്മെറ്റിക്സും ആക്സസറീസും ബൊട്ടിക്കാണ്. പിന്നെ പക്ഷിശാസ്ത്രജ്ഞനെ എന്ത് പറയുന്നു? ഓർണിത്തോളജിസ്റ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ്, എ പേഴ്സൺ ഹു ഡെലിബറേറ്റ്ലി സെറ്റ് ഫയർ ടു എ ബിൽഡിംഗ്. എന്താണ്? അതായത് ഈ മനഃപൂർവ്വം നമ്മൾ ഈ കെട്ടിടങ്ങളൊക്കെ കത്തിക്കുന്ന ആളിനെയാണ് അർസണിസ്റ്റ് എന്ന് പറയുന്നത്. അർസണിസ്റ്റ് ഓക്കെ, അർസണിസ്റ്റ് കേട്ടോ, മറക്കരുത്. അർസണിസ്റ്റ് 105/21. എ പേഴ്സൺ ഹു ട്രൈസ് ടു ഗെയിൻ people's favored by insincerely flattering them and always agreeing with them. ശ്രദ്ധിച്ചു വായിക്കണേ സെന്റൻസ്. A person who tries to gain people favor by insincerely flattering them and always agreeing with them. അതായത് ഇപ്പൊ നമ്മളൊരു രണ്ട് വ്യക്തികളെ കണക്കാക്കാം. അതിലൊരു വ്യക്തി ഒരാളോട് പറയുകയാണ്, അവരുടെ മനസ്സിന്റെ ആഴത്തിലൊന്നും ആയിരിക്കില്ല അത് പറയുന്നത്. എന്താണ്? ഓ നീ ആയതുകൊണ്ട്, ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയണം. ഇപ്പൊ ഒരാളൊരു വ്യക്തിനോട് പറയാണ്, ഓ നീ ആയതുകൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നു അല്ലേ, നിനക്ക് ഇതിനൊക്കെ കഴിയുള്ളൂ, നിന്നെ സമ്മതിച്ചു കേട്ടോ എന്നൊക്കെ പറയും. പക്ഷെ അതൊരിക്കലും എന്താണ്? സിൻസിയർ ആയിട്ടായിരിക്കില്ല, അവരുടെ മനസ്സിൽ ആഴത്തിൽ തട്ടിയിട്ടായിരിക്കില്ല. ഒരു കപട മുഖത്തോട് കൂടിയിട്ടുള്ള നമ്മളുടെ എന്താണ് സാമീപ്യം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് മനസ്സിൽ തട്ടാതെ നമ്മളെ പുകഴ്ത്തും അല്ലേ. അങ്ങനെയുള്ള വ്യക്തികളെ എന്തു പറയും? അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ എന്താ പറയുക? സൈക്കോഫാന്റ് എന്ന് പറയും അല്ലേ. സൈക്കോഫാൻ എന്ന് പറയുന്നു. 97/23 അല്ലെ. അങ്ങനെ കപടമുഖങ്ങൾ ഉള്ളവരേ ഉള്ളൂ അല്ലെ. നമ്മുടെ എന്താണ് അവിടെ മനസ്സിൽ തട്ടിയിട്ടൊന്നും ആയിരിക്കില്ല അത് പറയുന്നത് അല്ലെ. നമ്മൾ അങ്ങോട്ട് പുകഴ്ത്തും കിടന്നിട്ട് അല്ലെ. പക്ഷെ അത് മനസ്സിൽ തട്ടിയിട്ടായിരിക്കോ? അല്ല. അങ്ങനെയുള്ള വ്യക്തികളെയാണ് സൈക്കോഫാന്റ് എന്ന് പറയുന്നത്. ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ്, ബീയിങ് അൺമാരീഡ്, വിവാഹം കഴിക്കാത്ത അവസ്ഥ. സ്റ്റാറ്റസ് കേട്ടോ, സ്റ്റാറ്റ് ഓഫ് എന്താണ്? ബീയിങ് അൺമാരീഡ്, വിവാഹം കഴിക്കാത്ത അവസ്ഥ അല്ലെ, അവിവാഹിത അവസ്ഥ. സെലിബസി. അപ്പോ ഞാൻ ഇതിനെ എന്താ കൊടുത്ത് നിൽക്കുന്ന അറിയോ? മാരേജ് കഴിക്കാത്ത അവസ്ഥയാണ് സെലിബസി എന്ന് പറയുന്നത്. മാരേജ് കഴിക്കാറുന്ന എന്താണ്? സുഖമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ട് ജീവിക്കാം. മനസ്സിലായോ? മാരേജ് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതെല്ലാം അവിടെ അവസാനിക്കാനല്ലേ, ഒരു സെലിബ്രേഷനും ഇല്ല. അങ്ങനെ കണക്കാക്കിക്കോ. സെലിബസി 127/21. If a person can't be defeated, he is called an dash person. If a person can't be defeated, എന്താണ്? തോൽപ്പിക്കാനാകാത്തവൻ അല്ലേ. can't be അല്ലേ, cannot be defeated, തോൽപ്പിക്കുക. defeated എന്താ? തോൽപ്പിക്കുക. തോൽപ്പിക്കാനാകാത്തവനെ എന്തു പറയാം? തോൽപ്പിക്കാനാകാത്തവൻ. എന്തു പറയും? ഇൻവിൻസിബിൾ എന്ന് പറയും. എന്താണ്? ഇൻവിൻസിബിൾ എന്ന് പറയുന്നു. 32/23. വൺ ഹു ഈസ് എൻഗേജ്ഡ് ഇൻ ചാരിറ്റബിൾ വർക്ക്സ് അല്ലെ, ധർമ്മപ്രവർത്തനങ്ങളില്, ദാനധർമ്മ പ്രവർത്തനങ്ങളില് ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ എന്തു പറയുന്നു? ഫിലാന്ത്രോപിസ്റ്റ് എന്ന് പറയുന്നു അല്ലെ. എന്താണ്? ഫിലാന്ത്രോപിസ്റ്റ്. എന്ന് പറയുന്നു. ഇവിടെ നമ്മള് ഒരു അർസോണിസ്റ്റ് പറഞ്ഞു. എന്താ അർസോണിസ്റ്റ് നമ്മൾ പറഞ്ഞത്? തീയിലെ കെട്ടിടങ്ങളെ കത്തിക്കുന്ന കത്തിക്കുന്ന ആളിനെയാണ് അർസണിസ്റ്റ് എന്ന് പറയുന്നു. പിന്നെ എന്താണ്? അതായത് ഇൻസിൻസിയർലി അല്ലേ, മനസ്സിൽ തട്ടാതെ, മനസ്സിന്റെ ആഴത്തിൽ നിന്നല്ലാതെ അയാളുടെ സാമീപ്യം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് പുകഴ്ത്തുന്ന ഒരു വ്യക്തിയാണ് സൈക്കോഫാന്റ് എന്ന് പറയുന്നത്. പിന്നെ മാരേജ് കഴിക്കാത്ത അൺമാരീഡ് പേഴ്സൺ എന്താണ്? സ്റ്റാറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ്, വിവാഹം കഴിക്കാത്ത അവസ്ഥ സെലിബസി ആണ്.
പിന്നെ കാണ്ട് ബി ഡിഫീറ്റഡ് അല്ലെ, തോൽപ്പിക്കാനാകാത്തവനെ ഇൻവിൻസിബിൾ എന്ന് പറയുന്നു. ഇൻവിൻസിബിൾ എന്ന് പറയുന്നു. ചാരിറ്റബിൾ വർക്സിൽ അല്ലെ, ദാനധർമ്മ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ ഫിലാന്ത്രോപിസ്റ്റ് എന്ന് പറയുന്നു. ഫിലാന്ത്രോപിസ്റ്റ് എന്ന് പറയുന്നു. 34/23. അടുത്ത് നോക്കൂ, എപ്പിറ്റഫ് അല്ലെ. എന്താണ്? words written on the tomb of a person. words written on the tomb of a person. എന്താണ്? എപ്പിറ്റഫ്. എന്താണ്? എപ്പിറ്റഫ്. എപ്പിറ്റഫ് എന്താണ്? ഈ നമ്മളെ ഈ ശ്മശാനത്തിൽ ആ കല്ലുകളിലൊക്കെ എഴുതി വെക്കില്ലേ, ഇങ്ങനെ ഇന്ന ഡേറ്റ്, ഇന്ന ആള്, ഇന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കാറില്ലേ, അങ്ങനെ ആ ശ്മശാനത്തിലെ ഫലകം എഴുതി വെക്കുന്ന ശ്ലോകം അല്ലെങ്കിൽ അവിടെ ഒരു കുറിപ്പൊക്കെ ഉണ്ടാവും അല്ലെ, ശവക്കല്ലിലെ എഴുത്ത് എന്ന് പറയാം. എങ്ങനെയാണ്? ശവക്കല്ലിലെ എഴുത്ത്. എന്താണ്? എപ്പിറ്റഫ് എന്ന് പറയാം കേട്ടോ. എപ്പിറ്റഫ്. 124/21. നെക്സ്റ്റ്, എ പേഴ്സൺ എംപ്ലോയിഡ് ടു ഡ്രൈവ് എ പ്രൈവറ്റ് ഓർ ഹയേർഡ് കാർ. എന്താണ്? സ്വകാര്യ വാഹനങ്ങൾ ഓടിക്കുന്ന ജീവനക്കാരനെ, സ്വകാര്യ വാഹനങ്ങൾ ഓടിക്കുന്ന ജീവനക്കാരൻ അല്ലെ, ഡ്രൈവർ. എന്താണ്? ചൗഫർ ആണ്. CHAUFFEUR. ചൗഫർ കേട്ടോ, ചൗഫർ ആണ്. 124/21 ചോദ്യം തന്നെയാണ്. എ പേഴ്സൺ ഹു അണ്ടർഗോസ് ട്രെയിനിങ് ഇൻ എനി ട്രേഡ് ഓർ ഒക്കുപേഷൻ അല്ലെ, പരിശീലനം. എന്താണ്? ശില്പശാലയിലൊക്കെ പരിശീലനം നടത്തുന്നയാൾ ശിഷ്യൻ എന്നൊക്കെ പറയാറില്ലേ, പരിശീലനം കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി അല്ലെ. അണ്ടർഗോസ് ട്രെയിനിങ് ഇൻ ട്രേഡ് ഓർ ഒക്കുപേഷൻ, പരിശീലനം. നമ്മൾ പറയില്ലേ ട്രെയിനിങ് പീരീഡ് ആണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനെ എന്താ പറയുക? അപ്രന്റീസ് അല്ലെ, അപ്രന്റീസ് കേട്ടോ, അപ്രന്റീസ് ആണ്. 128/21. ജോൺ ഈസ് എ പേഴ്സൺ ഹു ഹേറ്റ്സ് വുമൻ. ഇതിന്റെ സിനോണിയം പറയൂ. സ്ത്രീകളെ വെറുക്കുന്ന വ്യക്തി അല്ലെ, സ്ത്രീ വൈരിയായ വ്യക്തി, സ്ത്രീ വിദ്വേഷി, സ്ത്രീ ദ്വേഷി അല്ലെ. സ്ത്രീകളെ വെറുക്കുന്നവരെ എന്താ പറയാ? മിസോഗൈനിസ്റ്റ് എന്ന് പറയുന്നു. ചിലവർക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല അല്ലെ, മിസോഗൈനിസ്റ്റ്. മിസോഗൈനിസ്റ്റ് എന്ന് അവരെ പറയാം കേട്ടോ. ചിലവർക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല, അവരെ എന്തു പറയുന്നു? 136/21. മിസോഗൈനിസ്റ്റ്. എ വാലിഡിറ്റേറിയൻ. എന്ത് ചെയ്യാ? ഇത് നിങ്ങൾ ചെയ്തിട്ട് ആൻസർ ഒന്ന് താഴെ കമന്റ് ചെയ്യാ. വാലിറ്റ്യൂഡിനേറിയൻ. എന്താണ്? ഇവിടെ രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലെ. നമ്മള് നേരത്തെ പറഞ്ഞു വാലിഡിക്ടോറിയൻ. എന്താ വാലിഡിക്ടോറിയൻ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ഒരു ക്ലാസ്സിലെ നല്ല പഠിക്കുന്ന വിദ്യാർത്ഥിയിലെ മിടുക്കനായ വിദ്യാർത്ഥി, അല്ലെങ്കിൽ അത് ആണുമാകാം പെണ്ണുമാകാം, അല്ലെങ്കിൽ നല്ല ഉയർന്ന റാങ്ക് ഉള്ള വ്യക്തി, ആ വ്യക്തിനെ നമ്മൾ എന്ത് പറയുന്നു? വാലിഡിക്ടോറിയൻ എന്ന് പറയുന്നു പറഞ്ഞു. ഇവിടെ നോക്കൂ, വാലിറ്റ്യൂഡിനേറിയൻ. പെട്ടെന്ന് പോയിട്ട് നമ്മൾ എഴുതാൻ പാടില്ല, മാറ്റാൻ പാടില്ല. കണ്ടോ, അക്ഷര സ്പെല്ലിങ്ങിലാണ് ചെറിയൊരു വ്യത്യാസം വന്നിരിക്കുന്നത് അല്ലെ. വാലിറ്റ്യൂഡിനേറിയൻ. വാലിറ്റ്യൂഡിനേറിയൻ എന്താണ്? ആരോഗ്യം കുറവുള്ള വ്യക്തികളില്ലേ, ആരോഗ്യത്തെ കുറിച്ചിട്ട് അധികം ആശങ്കപ്പെടുന്ന വ്യക്തികൾ ഉണ്ടാകും അല്ലേ. എ പേഴ്സൺ ഹു ഈസ് എക്സസീവ്ലി കൺസേൺഡ് അബൌട്ട് ദയർ ഹെൽത്ത്. അബൌട്ട് ദയർ ഹെൽത്ത് കേട്ടോ. എങ്ങനെയാണ്? അവരുടെ ആരോഗ്യത്തെ കുറിച്ചിട്ട് അധികം ആശങ്കപ്പെടുന്ന വ്യക്തികളെ വാലിറ്റ്യൂഡിനേറിയൻ എന്ന് പറയുന്നു. വാലിറ്റ്യൂഡിനേറിയൻ എന്ന് പറയുന്നു. 80/22. ഒന്നും കൂടി റിവിഷൻ ചെയ്യാം. ടോംബ് ഓഫ് എ പേഴ്സൺ എന്താണ്? ശവക്കല്ലില് എഴുതുന്ന ആ ശ്ലോകം, ആ എഴുതുന്ന വ്യക്തിയെ എന്തു പറയുന്നു? എപ്പിറ്റഫ് എന്ന് പറയുന്നു. എപ്പിറ്റഫ്. പിന്നെ സ്വകാര്യ വാഹനങ്ങൾ ഓടിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഡ്രൈവർ, ചൗഫർ. അണ്ടർഗോസ് ട്രെയിനിങ് ഇൻ എനി ട്രേഡ് ഓർ ഒക്കുപേഷൻ, പരിശീലനം നേടുന്ന വ്യക്തി ഇല്ലേ, പരിശീലനം ട്രെയിനിങ് പീരീഡിൽ നമ്മൾ പറയാം അവര് അപ്രന്റിസ് ആണ് എന്ന് പറയാറുണ്ട് അല്ലെ, അപ്രന്റിസ്. പിന്നെ വുമൺ, ഹേറ്റ്സ് വുമൺ, സ്ത്രീകളെ വെറുക്കുന്ന വ്യക്തിയെ മിസോഗൈനിസ്റ്റ് എന്ന് പറയുന്നു. എന്താണ്? വാലിറ്റ്യൂഡിനേറിയൻ അധിക അല്ലെ, ആരോഗ്യത്തെ കുറിച്ച് ആശങ്കയോടുകൂടി ഇരിക്കുന്ന അല്ലെ, ആരോഗ്യത്തെ കുറിച്ച് ആരോഗ്യം കുറവുള്ള വ്യക്തി അല്ലെ, ആരോഗ്യം കുറവുള്ള വ്യക്തി വാലിറ്റ്യൂഡിനേറിയൻ ആണ്. അല്ലെങ്കിൽ ആരോഗ്യത്തെ കുറിച്ച് അധികം ആശങ്കപ്പെടുന്ന വ്യക്തി വാലിറ്റ്യൂഡിനേറിയൻ ആണ്. നെക്സ്റ്റ്, എ വയലന്റ് സ്റ്റോം
whose center is a cloud in the shape of a funnel. A violent storm. A violent storm. നമുക്ക് ജോഗ്രഫിയിൽ പഠിക്കാറുണ്ട്. എന്താണ്? A violent storm whose center is a cloud in the shape of a funnel. എന്താണ്? ടൊർണാഡോ. ടൊർണാഡോ. ടൊർണാഡോ ചുഴലിക്കാറ്റ് നമ്മൾ പഠിക്കാറില്ലേ? 23/22 A person who believes that the worst will happen. A person who believes that the worst will happen. എല്ലായ്പ്പോഴും ചെറുതും മോശവുമാണ് സംഭവിക്കുക എന്ന വിശ്വാസമുള്ള വ്യക്തി ട്ടോ, നിരാശാവാദി എന്ന് പറയാം. എല്ലായ്പ്പോഴും എന്താണ്? എനിക്ക് ചെറുതും അതുപോലെ മോശവുമായിട്ടാണ് സംഭവിക്കുക. എപ്പോഴും എനിക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സംഭവിക്കുക എന്ന് നമ്മൾ പറയാറില്ലേ? അങ്ങനെയുള്ള വ്യക്തികളെ എന്താണ് പറയുന്നത്? പെസിമിസ്റ്റ് എന്ന് പറയുന്നു ട്ടോ. പെസിമിസ്റ്റ്. പെസിമിസ്റ്റ് കേട്ടോ. പെസിമിസ്റ്റ് ആണ്. എ പേഴ്സൺ ഹു ബിലീവ്സ് ദാറ്റ് ദി വേർസ്റ്റ് വിൽ ഹാപ്പൻ. എനിക്ക് എപ്പോഴും ചെറുതും ചെറിയ ചെറിയ കാര്യങ്ങളുമാണ് കിട്ടുള്ളൂ, അതേപോലെ തന്നെ മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് എപ്പോഴും സംഭവിക്കുള്ളൂ എന്ന് അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണ് പെസിമിസ്റ്റ് എന്ന് പറയുന്നത്. Next, it is a waste of time to argue with a person who is incapable of being correct. നല്ല മഴയാണ് കേട്ടോ. സൗണ്ട് എന്തെങ്കിലും ഡിസ്റ്റർബ് ആവുന്നുണ്ടോ എന്ന് അറിയില്ല. It is a waste of time to argue with a person who is incapable of being corrected. എന്താണ്? ശുദ്ധീകരിക്കാൻ കഴിയാത്തവൻ അല്ലെങ്കിൽ പിഴവുകൾ തിരുത്താൻ കഴിയാത്ത വ്യക്തി എന്നൊക്കെ പറയാറില്ലേ? അവരുടെ തെറ്റുകൾ തിരുത്താൻ കഴിവില്ലാത്ത വ്യക്തിനെ എന്താണ്? സ്വന്തം തെറ്റുകളെ തിരുത്താൻ കഴിവില്ലാത്ത വ്യക്തികളെ എന്ത് പറയും? Incapable of being corrected. Incapable of being corrected. കഴിവില്ലായ്മ, സ്വന്തം തെറ്റുകളെ തിരുത്താൻ കഴിവില്ലായ്മയുള്ള വ്യക്തിയെ ഇൻകൊറിജിബിൾ എന്ന് പറയുന്നു. ഇൻകൊറിജിബിൾ. ഇൻകൊറിജിബിൾ. 117/22. അടുത്തത് ഇനേബ്രേറ്റ് മീൻസ്. എന്താ ഇനേബ്രേറ്റ് പറഞ്ഞാൽ? എന്താ ഇനേബ്രേറ്റ് മീൻ? ഇനേബ്രിയേറ്റ് മീനിങ് മദ്യപാനി കേട്ടോ. ഇനേബ്രിയേറ്റ് എന്താണ്? ഡ്രങ്കൺ പേഴ്സൺ ആണ് കേട്ടോ. എ ഡ്രങ്കൺ. എ ഡ്രങ്കൺ പേഴ്സൺ ആണ് ഇനേബ്രിയേറ്റ് കേട്ടോ. ഇനേബ്രിയേറ്റ് എന്താണ്? ഡ്രങ്കൺ പേഴ്സൺ ആണ്. എ മീറ്റിംഗ് അറ്റ് ആൻ എഗ്രീഡ് ടൈം ആൻഡ് പ്ലേസ്. എന്താണ്? നമ്മളൊരു നിശ്ചയിച്ച സമയത്ത് ആ സ്ഥലത്ത് തന്നെ നടക്കുന്ന കൂടിക്കാഴ്ച നമ്മൾ പറയാറില്ലേ? ഇത്ര സമയത്തിന്, ഇപ്പൊ 9 മണിക്ക് ഇന്ന ഹാളിൽ വെച്ച് ഇന്ന ആളുടെ അധ്യക്ഷതയിൽ മീറ്റിംഗ് കൂടുന്നുണ്ട് എന്ന് പറയില്ലേ? അപ്പൊ അതേപോലെ ഒരു നിശ്ചയിച്ച സമയത്ത് ആ സ്ഥലത്തില് നടക്കുന്ന കൂടിക്കാഴ്ച അല്ലെങ്കിൽ സമ്മേളനം അല്ലെങ്കിൽ നിശ്ചിത യോഗം എന്നൊക്കെ പറയാം. അതിനെ എന്ത് പറയും? റെൻഡിസ്വേഴ്സ്. എന്താണ്? RENDEZVOUS. റെൻഡിസ്വേഴ്സ് ട്ടോ. റെൻഡിസ്വേഴ്സ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് വന്നിട്ട് 117/22. അപ്പൊ ഇവിടെ നമ്മള് ടൊർണാഡോ പഠിച്ചു. പെസിമിസ്റ്റ് എന്താന്ന് പറഞ്ഞു. എന്താണ് ഇൻകൊറിജിബിൾ? എന്താണ് ഡ്രങ്കൺ പേഴ്സൺ? എന്താണ് റെൻഡിസ്വേഴ്സ്? അല്ലെ? എന്താണ് നമ്മൾ ടൊർണാഡോ പറഞ്ഞത്? വയലന്റ് സ്റ്റോം ആണ് അല്ലെ? അതുപോലെ എന്താ പെസിമിസ്റ്റ് എന്ന് പറഞ്ഞത്? എന്താണ്? എ പേഴ്സൺ ഹു ബിലീവ്സ് ദാറ്റ് ദി വേർസ്റ്റ് വിൽ ഹാപ്പൻ. അല്ലെ? വേർസ്റ്റ് വിൽ ഹാപ്പൻ. എന്താണ്? എപ്പോഴും എനിക്ക് ചെറുതും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? പെസിമിസ്റ്റ് അല്ലെ? പെസിമിസ്റ്റ് അതാണ്. പിന്നെ എന്താണ്? സ്വന്തം തെറ്റുകളെ തിരുത്താൻ കഴിവില്ലായ്മ. സ്വന്തം തെറ്റുകളെ തിരുത്താനുള്ള കഴിവില്ലായ്മയുള്ള വ്യക്തിനെ എന്താ പറയുന്നത്? ഇൻകൊറിജിബിൾ എന്ന് പറയുന്നു. എന്താണ്? ഇനേബ്രിയേറ്റ് മദ്യപാനിയാണ് അല്ലെ? ഡ്രങ്കൺ പേഴ്സൺ ആണ്. ഇനേബ്രിയേറ്റ് ആണ്. പിന്നെ കറക്റ്റ് സമയത്ത് നിശ്ചിത യോഗം അല്ലെങ്കിൽ സമ്മേളനം എന്നത് എന്താണ്? റെൻഡിസേഴ്സ്. നെക്സ്റ്റ്, ദി വുമൺ നെക്സ്റ്റ് ഡോർ ഹാസ് ജസ്റ്റ് ഹാഡ് എ. ഇതിന്റെ ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പറയൂ. വിസിറ്റ് ഫ്രം ദി സ്റ്റോക്ക്. വിസിറ്റ് ഫ്രം ദി സ്റ്റോക്ക്. ദ മീനിങ് ഓഫ് എന്താണ്? എന്താ വിസിറ്റ് ഫ്രം ദി സ്റ്റോക്ക്? ദ വുമൺ നെക്സ്റ്റ് ഡോർ ഹാസ് ജസ്റ്റ് ഹാഡ് എ വിസിറ്റ് ഫ്രം ദി സ്റ്റോക്ക്. വിസിറ്റ് ഫ്രം ദി സ്റ്റോക്ക് പറഞ്ഞാൽ നമ്മൾ ഈ സമീപത്ത് സ്ത്രീക്ക് ഒരു കുഞ്ഞ് പിറന്നിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് കേട്ടോ.
സമീപത്തെ സ്ത്രീക്ക് ഒരു കുഞ്ഞ് പിറന്നിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? സന്ദർശിക്കുകയാണ്. അപ്പൊ അവിടെ ഈ സ്റ്റോക്ക് വിസിറ്റ് ഫ്രം ദി സ്റ്റോക്ക് പറയുന്നത് എന്താണ്? ബേബി ആണ് കേട്ടോ. ബേബി ആണേ. ബേബി അടുത്ത വീട്ടിലെ ബേബി അല്ല, കുഞ്ഞ് കേട്ടോ. കുഞ്ഞു ബേബിയാണേ. 117/22. നെക്സ്റ്റ്, എ ബ്രീഫ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് എക്സ്പ്രസസ് എ ജനറൽ ട്രൂത്ത് ഓർ എ കോമൺ സേയിങ് ഓർ ഒബ്സർവേഷൻ. എന്താണ്? എ ബ്രീഫ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് എക്സ്പ്രസസ് എ ജനറൽ ട്രൂത്ത് ഓർ എ കോമൺ സേയിങ് ഓർ ഒബ്സർവേഷൻ. എന്താണ്? പറഞ്ഞു പോകുന്ന ഒരു പൊതുസത്യം അല്ലെ, പ്രസിദ്ധമായ വാക്യം അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള വാക്യം അല്ലെ. എന്താണ്? ഒരു പൊതുസത്യം പറയുക എന്ന അർത്ഥത്തില് വരുന്നത് എന്താണ്? ഒരു പൊതുസത്യം. എ ബ്രീഫ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് എക്സ്പ്രസസ് എ ജനറൽ ട്രൂത്ത് ഓർ എ കോമൺ സേയിങ് ഓർ ഒബ്സർവേഷൻ. പറഞ്ഞു പോകുന്ന ഒരു പൊതുസത്യം അടങ്ങിയിട്ടുള്ള ഒരു കുറിച്ചെഴുത്ത്. അഡേജ് ആണ് കേട്ടോ. അഡാജ് അല്ലേ? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് കിട്ടില്ല അല്ലെ. നമുക്ക് ഇതൊക്കെ അഡാജ് ആണോ എന്നുള്ളതൊക്കെ. അല്ലാണെങ്കിൽ മൊത്തം അഡോർ, അഡോണ്, അഡിയോ, അഡാജ് ഇതൊക്കെയാണ് ഓപ്ഷൻ. ഏത് അഡാന്ന് വെച്ചിരിക്കും അല്ലേ? അഡാജ്. എന്താണ്? അഡാജ്. 123/23. നെക്സ്റ്റ്, വൺ ഹു ഡീൽസ് ഇൻ ക്ലോത്ത്സ് ആൻഡ് ക്ലോത്ത് ഗുഡ്സ്. തുണിവസ്ത്രങ്ങൾ വിൽക്കുന്ന വ്യാപാരി, തുണിക്കച്ചവടക്കാരൻ. ആരാണ്? ഡ്രാപ്പർ ആണ് കേട്ടോ. ഡ്രാപ്പർ ആണ്. തുണിക്കച്ചവടക്കാരനെ എന്താണ്? ഡ്രാപ്പർ. അടുത്തത്, സിംറ്റമാറ്റിക് ഓഫ് ദി ഓൺസെറ്റ് ഓഫ് ആൻ അറ്റാക്ക് ഓർ എ ഡിസീസ്. സിംറ്റമാറ്റിക് ഓഫ് ദി ഓൺസെറ്റ് ഓഫ് ആൻ അറ്റാക്ക് ഓർ ഡിസീസസ്. രോഗം വരാനുള്ള മുന്നറിയിപ്പായിട്ടുള്ള ലക്ഷണങ്ങൾ. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ അതിന് മുമ്പ് അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കില്ലേ? അതിനെ പറയുന്നത് എന്താണ്? സിംറ്റമാറ്റിക് ഓഫ് ദി ഓൺസെറ്റ് ഓഫ് an attack or a diseases is എന്താണ്? പ്രൊഡ്രോമൽ ആണ് കേട്ടോ. പ്രൊഡ്രോമൽ. 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 135/23. A person who hates and avoids other people. അല്ലേ? മനുഷ്യനെ ദ്വേഷിക്കുന്നവൻ അല്ലെ, മറ്റുള്ളവരെ ഒഴിവാക്കുന്നവൻ. എന്താണ്? ഒരു വ്യക്തി എന്ത് ചെയ്യും? ഓരോരുത്തരെ ഒഴിവാക്കും അല്ലെ. എന്താണ്? മറ്റുള്ളവരെ ഒഴിവാക്കുകയാണ് അല്ലെ. നമ്മുടെ ജീവിതത്തിലേക്ക് അവരെ അടുക്കാതെ അവരെ അകറ്റി നിർത്തുക അല്ലെ. അവോയ്ഡ്സ് അതർ പീപ്പിൾ. മനുഷ്യദ്വേഷി എന്ന് പറയും അല്ലേ. ഒരാളെയും എന്താണ്? ഒരു വ്യക്തിനെയും ചിലവർ എന്ത് ചെയ്യില്ല? ഒരാളെയും അങ്ങോട്ട് ഇതാക്കില്ല അല്ലെ. ഒരു എന്താ പറയാ, അവരെ നമ്മളെ ഒരു പെറ്റായിട്ട് നിർത്തുക, അതൊന്നും ചെയ്യില്ല അല്ലെ. അവർക്ക് സ്വന്തം ലൈഫ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതിൽ ചെയ്യും അല്ലെ. അവരെ എന്താ പറയുക? മിസാന്ത്രോപ്പ് അല്ലെ. എന്താണ്? മിസാന്ത്രോപ്പ് കേട്ടോ. മിസാന്ത്രോപ്പ്. മിസാന്ത്രോപ്പ്. അപ്പൊ നമ്മളിവിടെ ഒരു ബേബിയെ പറഞ്ഞു അല്ലെ. കുഞ്ഞ് ജനിക്കുക അല്ലെ. സമീപത്തെ ഒരു കുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിസിറ്റ് ഫ്രം ദി സ്റ്റോക്ക്. കണ്ടോ? പിന്നെ ബ്രീഫ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് എക്സ്പ്രസസ് ജനറൽ ട്രൂത്ത് ഓർ കോമൺ സീയിങ് ഓർ ഒബ്സർവ്. പൊതുവായ സത്യം അല്ലേ. പൊതുവായ സത്യം എന്താണ്? അഡാജ്. എന്താണ്? അഡാജ് അല്ലേ. പറഞ്ഞു പോകുന്ന ഒരു പൊതുസത്യം അടങ്ങിയ ഒരു കുറിച്ചെഴുത്ത് അല്ലേ. അഡാജ്. പിന്നെ ഒരു ചെറിയ തുണിക്കച്ചവടക്കാരനെ എന്ത് പറയാം? ഡ്രാപ്പർ എന്ന് പറയാം. സിംറ്റോമാറ്റിക് ഓഫ് ദി ഓൺസെറ്റ് ഓഫ് ആൻ അറ്റാക്ക് ഓർ ഡിസീസസ്. രോഗങ്ങളുടെ മുൻകൂട്ടിയിട്ടുള്ള സൂചന അല്ലെ. രോഗലക്ഷണങ്ങൾ അടങ്ങിയ മുൻകൂട്ടിയുള്ള സൂചന എന്താണ്? പ്രൊഡ്രോമൽ. പ്രൊഡ്രോമൽ. എ പേഴ്സൺ ഹു ഹേറ്റ്സ് ആൻഡ് അവോയ്ഡ്സ് അല്ലെ. മറ്റുള്ള വ്യക്തികളെ വെറുക്കുകയും അവരുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കാതെയും ഇരിക്കുന്ന മനുഷ്യദ്വേഷിയെ എന്തു പറയുന്നു? മിസാന്ത്രോപ്പ് എന്ന് പറയുന്നു. ഇനി എന്താ ലിംനോളജി? എന്താണ് ലിംനോളജി? ഇത് പെട്ടെന്ന് കിട്ടില്ല. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരണം അല്ലേ. ലിംനോളജി എന്താ? ദ സ്റ്റഡി ഓഫ് ലേക്ക് അല്ലേ. ദ സ്റ്റഡി ഓഫ് തടാകങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്താ? ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഇൻലാൻഡ് വാട്ടേഴ്സ് ലൈക്ക് ലേക്ക്, റിവേഴ്സ്, പോൺസ് ഇതൊക്കെ പറയാം അല്ലേ. എന്താണ്? ലിംനോളജി. ലിംനോളജി. 158/23. നെക്സ്റ്റ്, A cruciverbalist is a person who designs. എന്താണ്? Cruciverbalist is a person who designs. എന്താണ്? ക്രോസ്വേർഡ് പസിൽസ് അല്ലേ. എന്താണ്?
ക്രോസ്വേർഡ് പസിൽസ്. ക്രോസ്വേർഡ് പസിൽ. ക്രോസ്വേർഡ് പസിൽ. A crossword puzzle എന്താണ്? A cruciverbalist is a person who designs. ക്രോസ്വേർഡ് പസിലുകൾ രൂപകൽപ്പന ചെയ്യുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ക്രോസ്വേർഡുകൾ സൃഷ്ടിക്കുന്ന വ്യക്തിയെ എന്ത് പറയുന്നു? ക്രോസ്വേർഡ് പസിൽ എന്ന് പറയുന്നു. നെക്സ്റ്റ്, the people who were watching cheered loudly. നോക്കി നിൽക്കുകയായിരുന്ന ആളുകളിലെ വലിയ ശബ്ദത്തിൽ എന്ത് ചെയ്തു? ആഹ്ലാദിച്ചു. അല്ലെ? നോക്കി നിൽക്കില്ലേ? the people who were watching cheered loudly. നോക്കി വാച്ചിങ് കണ്ടോ? നോക്കി നിൽക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്തു? ഉച്ചത്തിൽ അല്ലെ? നല്ല ഉച്ചത്തിൽ എന്ത് ചെയ്തു? വലിയ ശബ്ദത്തില് ആഹ്ലാദിച്ചു. എന്താണ് അതിന് പറയാ? spectators. spectators. spectators ട്ടോ. spectators. 208/23. A building with a furnace for cremating dead bodies. A building with a furnace for cremating dead bodies. മൃതദേഹങ്ങൾ ചുട്ടുകളയുന്നതിനുള്ള ഭവനം, അതായത് ശ്മശാനത്തിനെ എന്തു പറയും? ശ്മശാനത്തിനെ എന്തു പറയും? ക്രിമാറ്റോറിയം എന്ന് പറയും ട്ടോ. എന്താണ്? ക്രിമാറ്റോറിയം. ക്രിമാറ്റോറിയം. CRE ട്ടോ. ക്രിമാറ്റോറിയം. മറക്കരുതേ, ശ്മശാനത്തിനെ എന്താണ് പറയുക? ക്രെമാറ്റോറിയം എന്ന് പറയും. എ ഡ്രീമി സ്റ്റാറ്റ്. എന്താ ഡ്രീമി സ്റ്റാറ്റ്? സ്വപ്ന സദൃശ്യമായ മനോഭാവം അല്ലേ? നമ്മൾ പറയില്ലേ സ്വപ്ന ജീവിയാണ്, പറയില്ലേ സ്വപ്ന ലോകത്ത് ജീവിക്കുക എന്ന് പറയില്ലേ? ആ സ്വപ്ന ദൃശ്യമായിട്ടുള്ള മനോഭാവം എന്താണ്? എ ഡ്രീമി സ്റ്റാറ്റ്. ഡെലിറിയസ് ആണ് കേട്ടോ. ഡെലിറിയസ് ആണ്. ഡെലിറിയസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ PSC ആൻസർ ഡെലിറിയസ് ആണ്. റിവറി എന്നും പറയാം കേട്ടോ. റിവറി എന്നും പറയാം. ഓക്കെ, സ്വപ്ന സദൃശ്യമായിട്ടുള്ള മനോഭാവം. ഈ ഡ്രീമി സ്റ്റേറ്റ് എന്താണ്? ഡെലിറിയസ്. ഡെലിറിയസ്. 215/23. ക്രിമാറ്റോറിയം വന്നിട്ട് 208/23. അതും 208/23 ആണ് കേട്ടോ. നമ്മൾ ലിംനോളജി പറഞ്ഞു, ദ സ്റ്റഡി ഓഫ് ലേക്ക് അല്ലേ? ദ സ്റ്റഡി ഓഫ് ലേക്ക് എന്താണ്? ലിംനോളജി. ദ ക്രോസിവേർബലിസ്റ്റ് ഈസ് എ പേഴ്സൺ ഹു ഡിസൈൻസ് ക്രോസ്വേർഡ് പസിൽസ് ആണ് അല്ലേ? എന്താണ് ക്രോസ്വേർഡുകൾ സൃഷ്ടിക്കുന്ന ആള് അല്ലെ? ക്രോസ്വേർഡ് പസിലുകൾ രൂപകൽപ്പന ചെയ്യുന്ന വ്യക്തിയെ ക്രോസ്വേർഡ് പസിൽസ് എന്ന് പറയുന്നു. പിന്നെ ദ പീപ്പിൾ ഹൂ വർ വാച്ചിങ് ചിയർഡ് ലൗഡ്ലി, കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഉച്ചത്തിൽ ശബ്ദിച്ചു. അപ്പൊ സ്പെക്ടാക്ടേഴ്സ് ആണ്. സ്പെക്ടാക്ടേഴ്സ്. ബിൽഡിംഗ് വിത്ത് എ ഫർണേസ് വാസ് ക്രിമാറ്റിംഗ് ഡെഡ് ബോഡീസ്. ശ്മശാനം, ശവശരീരങ്ങള് കത്തിക്കുന്ന ഇതിന് ശ്മശാനം എന്ന് പറയുന്നു. ക്രെമാറ്റോറിയൻ എന്ന് പറയുന്നു. ക്രെമാറ്റോറിയം. ഡ്രീമി സ്റ്റേറ്റ് എന്താണ്? ഡെലിറിയസ് ആണ് അല്ലെ? സ്വപ്നജീവി അല്ലെ? ഡ്രീമി സ്റ്റേറ്റ് എന്താണ്? സ്വപ്ന ലോകത്ത് ജീവിക്കുക. ഡെലിറിയസ് അല്ലെങ്കിൽ റിവെയർ എന്നും പറയാം. നെക്സ്റ്റ്, ദ വേർഡ് അല്ലെ? കാറ്ററോഫോബിയ. കാറ്ററോഫോബിയയുടെ മീനിങ് എന്താണ്? കാറ്റോപ്രോഫോബിയ. കാറ്റോപ്രോഫോബിയ ദ ഫിയർ ഓഫ് മിറർ ആണ് കേട്ടോ. കണ്ണാടിയോടുള്ള ഭയം. ദ ഫിയർ ഓഫ് എന്താണ്? മിറർ കേട്ടോ. കണ്ണാടിയോടുള്ള ഭയമാണ്. കണ്ണാടികളോടുള്ള ഭയമാണ് ഇത് കാറ്റോപ്രോഫോബിയ. കാറ്റോപ്രോഫോബിയ. 244/23. A movement or series of moves requires skill and care. കൃത്യതയോടെ ചെയ്യേണ്ട ചലനങ്ങൾ, സൂക്ഷ്മത ആവശ്യമായിട്ടുള്ള നീക്കം അല്ലേ? എന്താണ്? കൃത്യതയോടെ ചെയ്യേണ്ട ചലനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ കാര്യത്തിന് നല്ല സൂക്ഷ്മത വേണം എന്ന് പറയില്ലേ? നമ്മൾ പറയാറുണ്ട്. എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയേണ്ടത്, നീ ആ കാര്യം ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ എന്ന് പറയും അല്ലേ? അപ്പൊ അതിനെ എന്താ പറയാ? മെനോവർ അല്ലേ? MEANOEUVR ട്ടോ. മെനോവർ ആണ്. എ മൂവ്മെന്റ് ഓഫ് സീരീസ്
of most requires skill and care. 131/22. A study of ancient writing and scriptures is called the study of ancient writing. Ancient writing and scriptures is called. പുരാതന ലിഖിതങ്ങളും തിരക്കഥകളും ഒക്കെ പഠിക്കുന്ന ശാസ്ത്രം പാലിയോഗ്രഫി. 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 Languages test that assess a person practical language skills and languages competency are called. ഭാഷാപരമായിട്ട് നല്ല പ്രായോഗികമായിട്ടുള്ള കഴിവുകൾ വിലയിരുത്തുന്ന പരീക്ഷകളെ പ്രൊഫിഷ്യൻസി ടെസ്റ്റുകൾ എന്ന് നമ്മൾ പറയാറില്ലേ? എന്താണ്? ഭാഷാപരമായിട്ട് നല്ല കഴിവുകൾ വിലയിരുത്തുന്ന പരീക്ഷകള് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. എന്താണ്? പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. Proficiency test just begun and not so fully formed or developed. അതായത് എന്താ പറയാ, ജസ്റ്റ് ബിഗൺ ആൻഡ് നോട്ട് സോ ഫുള്ളി ഫോംഡ്. നോട്ടാണ്, നോട്ട് സോ ഫുള്ളി ഫോർമഡ് ഓർ ഡെവലപ്ഡ് അല്ലെ? പൂർണ്ണമായിട്ട് രൂപം കൊണ്ടിട്ടില്ലാത്ത, വളർച്ചയുടെ തുടക്കത്തിൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? പൂർണ്ണമായിട്ട് രൂപം കൊണ്ടിട്ടില്ല. എന്താണ്? വളർച്ചയുടെ ഒരു തുടക്കമാണ്. ഇൻകോഹറന്റ് ആണ് കേട്ടോ. ഹെറന്റ്. നമ്മളിവിടെ ഫിയർ ഓഫ് മിറർ പറഞ്ഞു അല്ലെ? കണ്ണാടികളോടുള്ള ഭയം എന്താണ്? എന്താണ്? കാറ്റോപ്ട്രോഫോബിയ അല്ലെ? കാറ്റോപ്ട്രോഫോബിയ. പിന്നെ എന്താ മാനോവർ പറഞ്ഞത്? എ മൂവ്മെന്റ് ഓൺ സീരിയസ് മൂവ്സ് റിക്വയർസ് സ്കിൽ ആൻഡ് കെയർ അല്ലെ? സ്കിൽ ആൻഡ് കെയർ, അതായത് കൃത്യതയോടെ ചെയ്യേണ്ട ചലനം അല്ലെങ്കിൽ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം, മാനോവർ. അടുത്തത് ദ സ്റ്റഡി ഓഫ് ആൻഷ്യന്റ് അല്ലെ? പുരാതന ശാസ്ത്രം, പുരാതന ലിഖിതങ്ങളുടെ പഠനം. എന്താണ്? പാലിയോഗ്രഫി ആണ്. ലാംഗ്വേജസ് ടെസ്റ്റ്, നല്ല ഭാഷാ പ്രായോഗികം അല്ലെ? ഭാഷാ പ്രായോഗിക ഉള്ള അറിവ് അല്ലെ? ഭാഷാപരമായിട്ട് നല്ല പ്രായോഗികമായിട്ടുള്ള കഴിവുകൾ വിലയിരുത്തുന്ന പരീക്ഷകളാണ് എന്ത് പറയുന്നത്? പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. നല്ല അവരുടെ ഭാഷയിൽ എത്രത്തോളം അറിവുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പരീക്ഷകൾ നടത്തും അല്ലെ? ആ പരീക്ഷയാണ് എന്ത് പറയുന്നത്? പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താ? ജസ്റ്റ് ബിഗൺ ആൻഡ് നോട്ട് സോ ഫുള്ളി ഫോംഡ് ഓർ ഡെവലപ്ഡ്. ഇൻകോഹറന്റ് അല്ലെ? എന്താണ്? പൂർണ്ണമായിട്ട് അല്ലെ? വളർച്ചയുടെ തുടക്കത്തിലുള്ളത്, പൂർണ്ണത ഇല്ലാത്തത് അല്ലെ? പൂർണ്ണമായിട്ടുണ്ടോ? ഇല്ല, വളർച്ചയുടെ തുടക്കമാണ്. ഇൻകോഹറന്റ്. ആ 70ാമത്തെ ക്വസ്റ്റ്യനില് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ബിഗൺ ആൻഡ് നോട്ട് സോ ഫുള്ളി ഫോംഡ് ഓർ ഡെവലപ്ഡ് ഇൻകോയേറ്റ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇൻകോയേറ്റ് ആണ്. ജസ്റ്റ് ബിഗൺ ആൻഡ് നോട്ട് സോ ഫുള്ളി ഫോംഡ് ഓർ ഡെവലപ്ഡ്, അതായത് പൂർണ്ണ വളർച്ചയെത്തിയിട്ടില്ലാത്ത, വളർച്ചയുടെ ആരംഭഘട്ടം എന്നൊക്കെ പറയുന്നതിൽ ഇൻകോയേറ്റ് ആണ്. ആൻസർ വരുന്നത് ഇൻകോയേറ്റ് ആണ്. എ സ്ട്രോങ്ലി കണ്ടമിനേറ്ററി അട്ടറൻസ്. എ സ്ട്രോങ്ലി കണ്ടമിനേറ്ററി അട്ടറൻസ്, കടുത്ത അപലപനയുള്ള പ്രസ്താവന. അതായത് ഒരു പ്രസംഗം നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? പരസ്യമായി തന്നെ ഒരാളെ കുറ്റം ചുമത്തില്ലേ? വെളിച്ചമായിട്ട് തന്നെ കുറ്റം ചുമത്തുന്ന ഒരു പ്രസംഗം എന്ന് പറയാം, അല്ലെങ്കിൽ കടുത്ത അപലപനയുള്ള പ്രസ്താവന. ഓക്കെ, സ്ട്രോങ്ലി കണ്ടമിനേറ്ററി അട്ടറൻസ്. ഡയട്രൈബ് ആണ്. സ്ട്രോങ്ലി കണ്ടമിനേറ്ററി അട്ടറൻസ്. ഇവിടെ ആൻസർ വന്നിട്ട് നമുക്ക് PSCയുടെ ആൻസർ ഒബ്ലോഗിയാണ്. ഒബ്ലോഗിയാണ് കേട്ടോ. ഒബ്ലോഗിയാണ് സ്ട്രോങ്ലി കണ്ടമിനേറ്ററി. അവർ അത്രയും എന്താ പറയുക, ആ സെന്റൻസ് നമുക്കിതിൽ അറിയാൻ കഴിയും. ഇപ്പൊ ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ വായിച്ചു ഇങ്ങനെ മനസ്സിലാക്കിയപ്പോൾ അറിയാൻ കഴിയുന്നത് അത്രയും ടൈറ്റ്. ഇപ്പൊ ചിലപ്പോൾ ഒരു സെന്റൻസ് തന്നെ 4 എണ്ണമൊക്കെ ആൻസർ വരാം, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ വരാം. പക്ഷെ അതിലെ ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള വാക്ക് ഏതാണ്, അതാണ് അവർ നമുക്ക് ആൻസർ ആയിട്ട് തന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് ശ്രദ്ധിക്കണം. സ്ട്രോങ്ലി കണ്ടമിനേറ്ററി അട്ടറൻസ് ഒബ്ലോഗിയ കേട്ടോ. എന്താണ്? ഒബ്ലോഗി. OBLOGUY ആണ് കേട്ടോ, ഒബ്ലോഗി. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു പദം പറയാം, ഡയട്രൈബ് എന്നും പറയാം കേട്ടോ. ഡയട്രൈബ്. ഡയട്രൈബ് ഇത് ഒരിക്കൽ PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡയട്രൈബും ചോദിച്ചിട്ടുണ്ട്. എ സ്റ്റുഡന്റ് വിത്ത് ദി ഹയസ്റ്റ് അക്കാഡമിക് റാങ്ക് ഇൻ എ ക്ലാസ്. ഒബ്ലോഗ് 37/23 ആണ് കേട്ടോ.
എ സ്റ്റുഡൻറ് വിത്ത് ദി ഹയസ്റ്റ് അക്കാഡമിക് റാങ്ക് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിൽ ഹയസ്റ്റ് അക്കാഡമിക് റാങ്ക് വാങ്ങിക്കുന്ന കുട്ടിയെ ഇവിടെ ആൻസർ ചെയ്യേ. ക്വസ്റ്റ്യന് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്. ആ ക്വസ്റ്റ്യൻ വീണ്ടും എന്ത് ചെയ്താണ് ഇവിടെ റിപ്പീറ്റേഷൻ വന്നത്. റിപ്പീറ്റേഷൻ അല്ല, PSCയുടെ റിപ്പീറ്റേഷൻ ആണ് കേട്ടോ, ഞാൻ റിപ്പീറ്റേഷൻ ചെയ്തതല്ല. അപ്പോൾ നല്ല ഹയസ്റ്റ് റാങ്ക് വാങ്ങുന്ന ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ എന്ത് പറയും ചെയ്യൂ കേട്ടോ. എ പേഴ്സൺ ഹു ഓൾവേസ്, ഇത് കമന്റ് ആയിട്ട് ആൻസർ ചെയ്തു തരണം കേട്ടോ. എ പേഴ്സൺ ഹു ഓൾവേസ് ഹാസ് സംതിങ് നെഗറ്റീവ് ടു സേ. എല്ലായ്പ്പോഴും ദോഷം പറയും അല്ലേ. എന്താണ് എപ്പോഴും വായും കൊണ്ട് പോസിറ്റീവായിട്ട് ഒന്നും പറയില്ല, നല്ലതൊന്നും പറയില്ല. എപ്പോഴും വായിൽ എന്തായിരിക്കും വരിക, ദോഷം പറയുന്ന ഒരു വ്യക്തി. ആ വ്യക്തിനെ എന്ത് പറയും? എ പേഴ്സൺ ഹു ഓൾവേസ് ഹാസ് സംതിങ് നെഗറ്റീവ്, എപ്പോഴും നെഗറ്റീവ് ആണ്. പറയൂ. ആ, ഡെബി ഡോണർ. എന്താണ് ഡെബി ഡോണർ? ഡെബി. നിങ്ങളുടെ അടുത്തൊക്കെ ചിലപ്പോൾ നമ്മുടെ അടുത്തൊക്കെ ചോദിക്കില്ലേ എത്രയായി, എപ്പോഴാ കിട്ടിയോ, പരീക്ഷ കിട്ടിയോ, എത്ര കുറെ ആയില്ലേ എഴുതാൻ തുടങ്ങിയിട്ട്, വല്ലതും ആയോ എന്നൊക്കെ പറയും. എപ്പോഴും വയലിൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇനി അവരെ കാണുമ്പോൾ മനസ്സിൽ ഡെബി ഡോണർ വരുന്നുണ്ടെന്ന് കണക്കാക്കിയോ കേട്ടോ. ഡെബി ഡോണർ വരുന്നുണ്ട്, അതാ ചിന്തിക്കണം കേട്ടോ. അടുത്തത് ഇതിന്റെ കോഡ് 38/23 ആണ്. നെക്സ്റ്റ്, ദ ടീച്ചർ സെഡ് ദ ബോയ് വാസ് incapable of being corrected. incapable അല്ലെ, കഴിവില്ലായ്മ അല്ലെ. incapable of being corrected. അതിന്റെ വൺ വേർഡ് എന്താ? the teacher said the boy was, the boy ആ കുട്ടി എന്താണ് incapable of being corrected. തിരുത്താനാവാത്തത്, അതും നേരത്തെ പറഞ്ഞതാണ് നമ്മള്. തിരുത്താനാവാത്തത് എന്ന അർത്ഥത്തിൽ എന്ത് വന്നു? incorrigible. അത് വേറൊരു അർത്ഥത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചു കണ്ടോ, PSCയുടെ റിപ്പീറ്റേഷൻ കണ്ടോ നിങ്ങള്. പക്ഷെ അവിടെ വേറെ സെന്റൻസ് തന്നു, ഇവിടെ വേറൊരു സെന്റൻസ് തന്നു. പക്ഷെ തിരുത്താനാവാത്ത എന്ന അർത്ഥത്തില്, പരിഷ്കരിക്കാനാവാത്ത കുട്ടി എന്ന അർത്ഥത്തിൽ ഇൻകാപ്പബിൾ ഓഫ് ബീയിങ് കറക്റ്റഡ്. 60/23. മെഡിക്കൽ സ്റ്റഡി ഓഫ് സ്കിൻ ആൻഡ് ഡിസീസസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സ്കിൻ രോഗ വിദഗ്ധനെ കുറിച്ച് അല്ലെ, പഠനം. ചർമ്മവും അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളും പഠിക്കുന്ന ശാസ്ത്രശാഖ ഡെർമറ്റോളജി. 76/23. എന്താ ഒബ്ലോഗി പറഞ്ഞത്? എന്താ ഒബ്ലോഗി അല്ലെങ്കിൽ ഡയട്രൈബ്? എ സ്ട്രോങ്ലി കണ്ടംനേറ്ററി അട്ടറൻസ് അല്ലെ. എ സ്ട്രോങ്ലി കണ്ടംനേറ്ററി അട്ടറൻസ്, കടുത്ത അപലപനയുള്ള പ്രസ്താവന അല്ലെ. വാക്കുകൾ കൊണ്ട് എന്താണ് ഒരാൾക്കെതിരെ അല്ലെ പ്രവർത്തിക്കുന്ന എന്ന അർത്ഥത്തിലാണ് ഒബ്ലോഗി എന്ന് പറയുന്നത്. പിന്നെ ഹയസ്റ്റ് അക്കാഡമിക് റാങ്ക് ഉള്ള ഒരു സ്കൂളിലെ വിദ്യാർത്ഥി, ഒരു സ്റ്റുഡന്റ് എന്ത് പറയും? ആൻസർ ചെയ്യണം കേട്ടോ. എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണേ. ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇട്ട് തരുമ്പോൾ നിങ്ങൾ അതിനെങ്കിലും എന്ത് ചെയ്യുന്ന പ്രതികരിച്ചിട്ട് ആൻസർ ആയിട്ട് താഴെ തരിക കേട്ടോ. അടുത്ത, എ പേഴ്സൺ ഹു ഓൾവേസ് സംതിങ് നെഗറ്റീവ്, എപ്പോഴും വായിൽ നെഗറ്റീവ് പറയുന്ന വ്യക്തി എന്ത് പറയും? ഡെബി ഡോണർ. ദ ടീച്ചർ സെഡ് ദ ബോയ്സ് വാസ്, ബോയ് എന്താണ് ഇൻകാപ്പബിൾ ഓഫ് ബീയിങ് കറക്റ്റഡ് ആണ്, ഇൻകോറിജിബിൾ ആണ് അല്ലെ, പരിഷ്കരിക്കാനാവാത്ത ഒരു കുട്ടിയാണ് അല്ലെ, മാറ്റാനും പറ്റാത്ത ഒരു കുട്ടിയാണ്. മെഡിക്കൽ സ്റ്റഡി ഓഫ് സ്കിൻ ആൻഡ് ഡിസീസസ്, ത്വക്കിനെയും ത്വക്ക് രോഗത്തെയും കുറിച്ചിട്ടുള്ള പഠനം ഡെർമറ്റോളജി. 76 നോക്കാം. വൺ ഹു ഹാസ് ലിറ്റിൽ ഫെയ്ത്ത് in human goodness and sincerity is. എന്താണ്? അതായത് ഒരു മനുഷ്യരുടെ നല്ലതിലേക്കും സത്യസന്ധതയിലേക്കും ഒന്നും വിശ്വാസമില്ലാത്ത വ്യക്തി. അതായത് ഒരു മനുഷ്യന്റെ ഒരു നല്ലത് കണ്ടാൽ നമ്മൾ നല്ലത് അംഗീകരിക്കണം അല്ലെ, അതിലും വിശ്വാസമില്ല, അവിടെ ഒരു സത്യസന്ധതയിലും ഒന്നും വിശ്വാസമില്ലാത്ത ഒരു വ്യക്തി നിന്ദകൻ എന്ന് തന്നെ പറയാം അല്ലെ. എന്താണ് അതിനെ എന്ത് പറയും? സിനിക് എന്ന് പറയും. എന്താണ് സിനിക്? സിനിക് പേഴ്സൺ ആണ് എന്ന് പറയാം അല്ലെ. സിനിക് ആണ് കേട്ടോ, സിനിക്. 41/23. നെക്സ്റ്റ്, കില്ലിംഗ് ഓഫ് വൺസ് വൈഫ്, ഭാര്യയെ കൊല്ലുന്നത്. എന്താണ്? ഉക്സോറിസൈഡ് അല്ലെ. ഉക്സോറിസൈഡ് ആണ്, ഉക്സോറിസൈഡ്. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചത്? വൺ ഹു ഹാസ് ലിറ്റിൽ ഫെയ്ത്ത് ഇൻ ഹ്യൂമൻ ഗുഡ്നെസ് ആൻഡ് സിൻസിയറിറ്റി, ഒരു മനുഷ്യന്റെ നല്ലതിലും
സത്യസന്ധതയിലും ഒന്നും വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയെ അല്ലേ, അദ്ദേഹം ഒരു നല്ല വ്യക്തി ആയിരിക്കുമോ? അല്ല അല്ലേ, അതൊരു നിന്ദകനായിരിക്കും. അദ്ദേഹം ആ വ്യക്തി എന്ന് നമുക്ക് പറയാം സിനിക് പേഴ്സൺ എന്ന് പറയാം. എന്താണ് സിനിക് പേഴ്സൺ? കില്ലിംഗ് ഓഫ് വൺസ് വൈഫ്, ഭാര്യയെ കൊല്ലുന്നവൻ, ഭാര്യയെ കൊല്ലുന്നത്, ഭാര്യയെ കൊലപ്പെടുത്തുക. അത് അതേപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റും ഉണ്ട് കേട്ടോ. കില്ലിംഗ് ഓഫ് വൺസ് വൈഫ് എന്താണ്? ഉക്സോറിസൈഡ് അല്ലേ, എന്താണ് ഉക്സോറിസൈഡ്. 76/23. അങ്ങനെ നമ്മള് 2021 മുതൽ 2025 വരെ നടത്തിയ 77 ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ PSCയുടെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്നത്തെ പഠിച്ചത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റുകളിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സപ്പോർട്ട് ഞാൻ ഏതാണ് സിനോണിയംസിന്റെ ക്ലാസ് ഇട്ടപ്പോൾ മാത്രം നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ ക്ലാസ്സിനും സപ്പോർട്ട് ഭയങ്കര കുറവാണ്. അറിയില്ല ഇനി എന്താണ് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല. അതിന്റെ ട്രാക്ക് മാറ്റേണ്ടി വരുമോ എന്നുള്ളത് അറിയില്ല. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് എനിക്കിത് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കേട്ടോ. അല്ലാതൊക്കെ ഇത് ഇത്രയും റിസ്ക് എടുത്തിട്ട് ചെയ്യുമ്പോൾ നല്ല ഒരുപാട് നമ്മൾ ഇതിന്റെ ടൈം ഇതാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂട്ടുകാരെ ജോയിൻ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് എന്ത് ചെയ്യാം, വീണ്ടും ഇതേപോലെ ഒരു മാരത്തോൺ ക്ലാസ്സുമായിട്ട് തന്നെ കാണാം. താങ്ക് യു.